السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين، أما بعد. സൂറത്തുൽ അൻആം 52. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ولا تطرد الذين يدعون ربهم بالغداة والعشي يريدون وجهه ما عليك من حسابهم من شيء وما من حسابك عليهم من شيء فتطردهم فتكون من الظالمين. وكذلك فتنا بعضهم ببعض ليقولوا أهؤلاء من الله عليهم من بيننا أليس الله بأعلم بالشاكرين. وإذا جاءك الذين يؤمنون بآياتنا فقل سلام عليكم كتب ربكم على نفسه الرحمة أنه من عمل منكم سوءا بجهالة ثم تاب من بعده وأصلح فأنه غفور رحيم. وكذلك نفصل الآيات ولتستبين سبيل المجرمين. صدق الله العلي العظيم. ആദരണീയരായ മുഅ്മിനീങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധമായ അല്ലാഹുവിന്റെ ഭവനത്തിൽ ഖുർആന്റെ പേരിൽ ഇഅ്തികാഫിന് നിയ്യത്തോടുകൂടെ നമ്മൾ ഇരിക്കുന്നത് നമ്മിൽ നിന്ന് അല്ലാഹു സ്വീകരിക്കട്ടെ. അല്ലാഹു തആല നമ്മുടെ എല്ലാവരുടെ ദോഷങ്ങളും പുറത്തു തരട്ടെ. നമുക്ക് അല്ലാഹു എല്ലാ നിലക്കും ഹിദായത്ത് പ്രദാനം ചെയ്യട്ടെ. നമ്മുടെ സഹോദരിമാരും ഖുർആന്റെ പേരിലാണ് ഇവിടെ ഒരുമിച്ച് കൂടിയത്. അല്ലാഹു ഇതുപോലെ സ്വർഗ്ഗലോകത്തും ഒരുമിച്ച് കൂടാൻ നമുക്കെല്ലാവർക്കും അല്ലാഹു ഭാഗ്യം നൽകട്ടെ. ആമീൻ. വിശുദ്ധ ഖുർആനിൽ നിന്ന് അൻആമിലെ 52 മുതലുള്ള ഈ ഭാഗം വളരെ സുപ്രധാനമായ, ഒരുപാട് ആളുകളുടെ ചില സംശയങ്ങൾക്കുള്ള ഒരു നിവാരണവും കൂടിയായി വന്ന വളരെ പ്രധാനപ്പെട്ട ആയത്തുകളാണ്. വളരെ സുപ്രധാനമായ ഹദീസുകളൊക്കെ ഇതിന്റെ വ്യാഖ്യാനത്തിലുണ്ട്. ഇൻഷാ അല്ലാഹ് നമുക്ക് ചുരുക്കി വിശദീകരിക്കാം. 4-5 സ്വഹാബിമാര് കാരണമാണ് ഈ ആയത്ത്, നമ്മൾ ഓതി വെച്ച ആദ്യത്തെ ആയത്ത് അവതരിക്കുന്നത്. അതിന്റെ കാരണം സ്വഹാബിമാരുടെ കൂട്ടത്തിൽ മഹാനായ സുഹൈബ് റളിയല്ലാഹു അൻഹു, അമ്മാർ റളിയല്ലാഹു അൻഹു, മൂന്നാമത് ഖബ്ബാബ് റളിയല്ലാഹു അൻഹു, 4 ബിലാൽ റളിയല്ലാഹു അൻഹു, 5 സൽമാനുൽ ഫാരിസ് റളിയല്ലാഹു അൻഹു. ഈ 5 പേര് കാരണമാണ്
അല്ലാഹു തആല ഇത് ഇറക്കുന്നത്. അതായത് അറബികളിലെ ഖുറൈശികളിലെ ചില പ്രമുഖരായ ആളുകൾ ഒരു ദിവസം അള്ളാഹുവിന്റെ തിരുദൂതരുടെ അരികെ വന്നു. എന്നിട്ട് അവര് അള്ളാഹിന്റെ തിരുദൂതരോട് പറഞ്ഞു, വിവിധ അറബ് ഗോത്രങ്ങളിൽ നിന്ന് കാര്യപ്പെട്ട സംഘങ്ങൾ ഇവിടെ വരുമ്പോൾ അങ്ങയോട് കൂടെയുള്ള ഈ 4-5 പേര് ഇവര് താങ്കളുടെ കൂടെ ഉള്ളതിൽ ഞങ്ങൾക്ക് ഭയങ്കര ഒരു വഷളത്തരുണ്ട്. ഞങ്ങൾക്കും മുസ്ലിം ആകണമെന്നുണ്ട്. പക്ഷേ ഈ അറബ് ഗോത്രങ്ങളൊക്കെ കാര്യപ്പെട്ട ആളുകളൊക്കെ അവിടെ വരുന്ന സമയത്ത് താങ്കളുടെ കൂടെ ഉള്ളത് കാര്യമായിട്ട് ഒന്നുമില്ലാത്ത ഈ പാവപ്പെട്ട ആളുകളാണെന്ന് അറിഞ്ഞാൽ അതുകൊണ്ട് ഞങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ടുണ്ട്. അപ്പൊ ഇവര് മുന്നോട്ട് വെച്ച 2 കാര്യങ്ങളാണ്. ഒന്ന്, ഇവരെ പാടെ ഒഴിവാക്കുക, വല്ല ആവശ്യം നോക്കണം. ഈ എണ്ണി പറഞ്ഞ സഹാബിമാരെ എന്ത് ചെയ്യണം? പാടെ ഒഴിവാക്കുക, നമ്മളെ കൂട്ടത്തിൽ വേണ്ട. അല്ലെങ്കിൽ പിന്നെ അവര് രണ്ടാമത് വെച്ചത് അതല്ലെങ്കിൽ അവർക്ക് വേറെ സദസ്സ് സംഘടിപ്പിക്കുക, ഒന്നിച്ചു വേണ്ട. ഈ പ്രമുഖരായ ആളുകളൊക്കെ വരുന്ന സമയത്ത് ഞങ്ങളും അവരും കൂടുമ്പോൾ ഞങ്ങൾ മാത്രം മതി, ഇവർക്ക് മാത്രം വേറെ മജ്‌ലിസ് ഒരുക്കുക എന്ന് പറഞ്ഞിട്ട് ഇവര് മുന്നോട്ട് വെച്ചു. മാത്രല്ല ഇവര് വേറൊരു കാര്യം കൂടി പറഞ്ഞു. ഇവര് ഇവിടെ വരുന്നത് പിന്നെ അവര് നബിയോട് ഇങ്ങനെ കൂടി പറഞ്ഞു, യാ മുഹമ്മദ് ഇന്നഹും ഇന്നമജ്തമഉ ഇൻദക വഖബിലു ദീനക ലിഅന്നഹും യജിദൂന ഇൻദക മഖൂലൻ വമൽബൂസ. ഇവര് താങ്കളെടുത്ത് വരുന്നത് എന്തെങ്കിലുമൊക്കെ വിശപ്പടക്കാൻ കിട്ടണം, ഉടുക്കാനുള്ള വസ്ത്രം കിട്ടണം. ഈ വസ്ത്രം ഭക്ഷണം ആഗ്രഹിച്ചു മാത്രമാണ് ഇവര് ഈ ദീനിൽ കൂടിയിട്ടുള്ളത്. അത് ചെറുതാക്കി പറയണം, അവരെ ഒന്ന് വഷളാക്കാൻ വേണ്ടിയിട്ട്. അതല്ലാതെ ഇവർക്ക് ആത്മാർത്ഥ്യമൊന്നുമില്ല. അതുകൊണ്ട് ഈ കൂട്ടരെ താങ്കൾ ഒഴിവാക്കുകയാണെങ്കിൽ ഞങ്ങൾ എന്ത് ചെയ്യാ? ഇസ്ലാം സ്വീകരിക്കാണ് പറഞ്ഞത്. ഒരു നിമിഷം നബി തങ്ങൾ ഇങ്ങനെ ചിന്തിച്ചു, ഇവര് എങ്ങനെങ്കിലും ഒന്ന് നന്നായി കിട്ടണം. ഇവര് വലിയ പ്രമുഖരായ ആളുകളാണ് മുത്തുനബിയുടെ അരികെ വന്നിട്ടുള്ളത്. അവരെ കീഴിൽ കുറെ ആളുകൾ വേറെ. അപ്പൊ ഇവരെ എങ്ങനെങ്കിലും നന്നാവുകയാണെങ്കിൽ അവരെ കീഴിലുള്ള ആളുകളടക്കം കുറെ ആളുകൾക്ക് ഹിദായത്ത് കിട്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മനസ്സിൽ 2 സദസ്സ് സംഘടിപ്പിച്ചാലോ എന്നിങ്ങനെ വന്നു എന്നാണ് മനസ്സിലായത്. സതുദ്ദേശമാണ്. ഓൽക്ക് അങ്ങനെ ഒരു വിഷമമുണ്ട് എന്നുണ്ടെങ്കിൽ തൽക്കാലം ഓൽക്കയിൽ വരണ്ട, ഓൽക്ക് വേറെ ആക്കുക. എന്നാലും നബിന്റെ മനസ്സിലെന്താണ്? നബിയുടെ കൂടെ ആദ്യം ഉണ്ടായിരുന്ന ഈ പറയപ്പെട്ട 4-5 പേരെ എണ്ണി പറഞ്ഞവരെ മോശാക്കലോ ഒന്നുമല്ല. ഇതെന്താ? ഇവരൊന്ന് വന്ന് കിട്ടുകയാണെങ്കിൽ ആളുകൾക്ക് കൂടുതൽ ഹിദായത്ത് കിട്ടുമല്ലോ, കുറെ അലമ്പ് ഒഴിവായി കിട്ടുമല്ലോ എന്നുള്ള നിലക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ പ്രമുഖരെ ഇങ്ങനെ വീണ്ടും അവരോട് ഇങ്ങനെ സംസാരിച്ച് പിന്നെ അവരെ ലെവലാക്കാൻ നോക്കി. സംഗതി ഓക്കെ. അതല്ല ഫാത്തിഹ എന്ന് പറഞ്ഞാൽ തന്നെ അറിയാം ശരിയാണോ ക്ലിയർ ആണോ എന്നുള്ളത് ഒറ്റ വർഷത്തിൽ തന്നെ മതി. അപ്പൊ ഇങ്ങനെ അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പാവം മുത്തുനബിയുടെ മനസ്സിൽ നല്ല ഉദ്ദേശമാണ്, എങ്ങനെങ്കിലും ഇവരൊന്ന് നന്നാകുകയാണെങ്കിൽ അതുകൊണ്ട് വലിയ കാര്യം കിട്ടല്ലോ എന്നുള്ള ഒരു ചിന്തയാണ് അള്ളാഹിന്റെ തീയതിയുടെ മനസ്സിൽ വന്നത്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒന്നിങ്ങനെ എന്ത് ചെയ്തു, എന്നാ പിന്നെ അങ്ങനെ ആവാന്ന് തോന്നിയിട്ടുള്ളൂ. ആ സമയത്താണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ആയത്ത് നമ്മൾ ഓതി വെച്ച ആദ്യത്തെ ആയത്ത് അവതരിപ്പിക്കുന്നത്. ഇനി ഞാനൊന്ന് അർത്ഥം വെക്കാം, അപ്പോൾ നിങ്ങൾ മനസ്സിലാവും. നോക്കൂ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വലാ തത്റുദിൽ ലദീന യദ്ഊന റബ്ബഹും ബിൽഗദാതി വൽ അശിയ്യി യുരീദൂന വജ്ഹഹു
വലാ തത്റുദില്ലദീന, നബിയേ അങ്ങ് ഒരു കൂട്ടരെ ഒരിക്കലും ആട്ടരുത്, അങ്ങ് ഒരു വിഭാഗം ആളുകളെ ഒരിക്കലും ആട്ടരുത് നബിയേ. യദ്ഊന റബ്ബഹും ബിൽ ഗദാതി വൽ അശി, പ്രഭാതത്തിലും പ്രദോഷത്തിലും അവർ അവരുടെ രക്ഷിതാവിനോട് പ്രാർത്ഥിക്കുന്നു, ആ രക്ഷിതാവിനെ ആരാധിക്കുന്നു. യുരീദൂന വജ്ഹ, ആ റബ്ബിന്റെ പ്രീതി ആഗ്രഹിച്ചുകൊണ്ട് മാത്രമാണ് അവരങ്ങനെ ചെയ്യുന്നത്. അവരെ നബിയെ ഒരിക്കലും അങ്ങ് ആട്ടി ഓടിക്കരുത്. കണ്ടോ? അപ്പോ ഓല് പറഞ്ഞല്ലോ, ഇവര് കുറച്ച് തിന്നാൻ കിട്ടാനും വസ്ത്രം കിട്ടാനൊക്കെയാണ് താങ്കളുടെ കൂടെ കൂടിയിട്ടുള്ളത്, അതല്ലാതെ ഓൽക്ക് അങ്ങനെ നിങ്ങൾ പറയും പോലുള്ള ഇഖ്ലാസൊന്നും ഇല്ലാന്നാ ഓലെ ചെറുതാക്കിയതാണ്. അപ്പൊ അല്ലാഹു തആല മറുപടി പറയാം, അതൊന്നുമല്ല. അവര് പ്രഭാതത്തിലും പ്രദോഷത്തിലും റബ്ബിനെ ആരാധിക്കുന്നത്, റബ്ബിനോട് പ്രാർത്ഥിക്കുന്നത് റബ്ബിന്റെ വജ്ഹ് പ്രീതി കാംക്ഷിച്ചുകൊണ്ട് മാത്രമാണ്, വേറെ ഒരു ലക്ഷ്യം ഓൽക്കില്ല. അങ്ങനെയുള്ള ആളുകളെ നബിയെ ഒരിക്കലും അങ്ങ് ആട്ടിയോടിക്കരുത്. മഅലൈക മിൻ ഹിസാബിഹിം മിൻ ശൈ, അവരുടെ കണക്ക് നോക്കേണ്ട ഒരു ബാധ്യത അങ്ങേക്കില്ല. വമാ മിൻ ഹിസാബിക അലൈഹിം മിൻ ശൈ, അങ്ങയുടെ കണക്ക് അവർക്കും നോക്കേണ്ടതില്ല. ഫതതുറുദഹും, അങ്ങനെയൊക്കെയാണെങ്കിൽ ഇവരെ ആട്ടുമായിരുന്നു താങ്കൾ. അങ്ങനൊന്നുമില്ലല്ലോ. ഫതകൂന മിനൽ ളാലിമീൻ, അങ്ങനെ ആട്ടി പറഞ്ഞയച്ചാൽ അങ്ങ് അക്രമകാരികളുടെ കൂട്ടത്തിൽ, അധർമ്മകാരികളുടെ കൂട്ടത്തിൽ പെട്ടുപോകും. അതുകൊണ്ട് ഒരിക്കലും അവരെ ആട്ടി ഓടിക്കണ്ട. അതിന്റെ അർത്ഥം ഈ ആട്ടി ഓടിക്കണ അവഗണിക്കണ്ട എന്നുള്ള അർത്ഥത്തിലാണ് ഒരിക്കലും. പക്ഷേ ഈ വിഷയം വളരെ ഗൗരവമുള്ളത് കൊണ്ടാണ് ഖുർആൻ അങ്ങനെ പറഞ്ഞിരുന്നത്. ഇതിന് തത്തുല്യമായ ആയത്ത് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. എവിടെ അറിയങ്ങള്? പരിശുദ്ധ ഖുർആനിൽ തന്നെ അൽ കഹ്ഫ് സൂറത്തിൽ പറയുന്നുണ്ട്. അതായത് ഇതേപോലെ തന്നെയാണ് അത് സൽമാനുൽ ഫാരിസ് റളിയല്ലാഹു ഹാരിസ് എന്ന് പറഞ്ഞ പോലെ കൂട്ടത്തിൽ വലിയൊരു പ്രമുഖനുണ്ടായിരുന്നു. അയാള് അള്ളാഹുവിന്റെ തിരുദൂതരുടെ അരികെ വന്നിട്ട് ഇങ്ങനെ ആവശ്യപ്പെട്ടു. പിന്നെ അത് ഒന്ന് ചെറുതാക്കി സംസാരിച്ചു മഹാനായ പിന്നെ സൽമാനുൽ ഫാരിസ് റളിയല്ലാഹു അൻഹു. അപ്പൊ തൊട്ടപ്പുറത്ത് ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു അൻഹു ഉണ്ട്. അതുപോലെ തന്നെ അങ്ങനെയുള്ള ഈ പറയപ്പെട്ടവരെന്നെ അവിടെ ഉള്ളത്. അപ്പൊ പറയാണ്, ഇങ്ങനെയുള്ള സാധുക്കളൊക്കെ ഒഴിവാക്കുകയാണെങ്കിൽ ഞങ്ങൾ വന്നോളാന്ന് പറഞ്ഞു. അതിൽ അല്ലാഹു തആല അൽ കഹ്ഫിലെ ആയത്ത് ഇറക്കിയത് ഏതറിയോ? 28-ാമത്തെ ആയത്ത്, 297-ാമത്തെ പേജിൽ അൽ കഹ്ഫിലെ 28-ാമത്തെ ആയത്ത് ഇങ്ങനെ ഇറങ്ങിയ ആയത്താണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം വസ്ബിർ നഫ്സക മഅല്ലദീന യദ്ഊന റബ്ബഹും ബിൽ ഗദാതി വൽ അശി. ഇതേപോലെ തന്നെ واصبر نفسك مع الذين يدعون ربهم بالغداة والعشي يريدون وجهه ولا تعد عيناك عنهم تريد زينة الحياة الدنيا ولا تطع من أغفلنا قلبه عن ذكرنا واتبع هواه وكان أمره فرطا. അതിൽ പറയുന്നറിയാം, നബിയേ രാവിലെയും വൈകുന്നേരവും പ്രഭാതം പ്രദോഷം രണ്ടറ്റം പറഞ്ഞു എന്നുള്ളൂ കേട്ടോ. മൊത്തം ടൈമാണ് ഉദ്ദേശം. പ്രഭാതത്തിലും പ്രദോഷത്തിലും റബ്ബിനെ ആരാധിക്കുന്ന ഒരു കൂട്ടരോടുകൂടെ ക്ഷമിച്ച് നിലകൊണ്ടോളൂ നബിയേ. യുരീദൂന വജ്ഹ, അവർ റബ്ബിന്റെ പ്രീതി ആഗ്രഹിച്ചു മാത്രമാണ് അമൽ ചെയ്യുന്നത്. വലാ തഅദു ഐനാക അൻഹും തുരീദു സീനത്തൽ ഹയാത്തിദ് ദുനിയാ, ഐഹിക ജീവിതത്തിന്റെ അലങ്കാരം ഉദ്ദേശിച്ച് അങ്ങയുടെ നേത്രങ്ങൾ അവരിൽ നിന്ന് തെറ്റാതിരിക്കട്ടെ. കണ്ടോ? ഓല് വന്ന് പറഞ്ഞ എന്താണ്? വിലക്കണ ഒഴിവാക്കുകയാണെങ്കിൽ പിന്നെ ഞങ്ങൾ എന്ത് ചെയ്തോളാം, നന്നായിക്കോളാം എന്നാണ്. അപ്പോൾ നിവിധങ്ങൾ ഓരെങ്ങനെ സോപ്പിട്ടു. അപ്പൊ അല്ലാഹ് പറയാ, നബിയേ ഐഹിക ജീവിതത്തിന്റെ അലങ്കാരം കണ്ട അങ്ങയുടെ ദൃഷ്ടി ഒരിക്കലും ആ പാവങ്ങളിൽ നിന്ന് എന്ത് ചെയ്യരുത്, തെറ്റരുത്. വലാ തുതിഇ മൻ അഗ്ഫൽനാ ഖൽബഹു അൻ ദിക്രിനാ, നമ്മുടെ ദിക്റിനെ തൊട്ട് ഖൽബ് അശ്രദ്ധരായ ഒരു കൂട്ടർക്ക് അങ്ങ് വഴിപ്പെടണ്ട. ഓലെന്തേലും പൊട്ടത്തരം പറയും, അതിനങ്ങ് വഴിപ്പെടേണ്ടതില്ല. വത്തബഅ ഹവാഹു വകാന അംറുഹു ഫുറുത്വാ,
അവർ ദേഹേച്ഛയെ പിൻപറ്റുന്നവരാണ്. ഒരു കാര്യം വളരെ കഷ്ടാണ്, അതിരുവിട്ട് പ്രവർത്തിക്കുന്നവരാണ് അവർ. അങ്ങനെയുള്ളവർക്ക് ഒരിക്കലും അങ്ങ് വഴിപ്പെടണ്ട. അങ്ങയുടെ കൂടെയുള്ള പാവങ്ങളുണ്ടല്ലോ, കുറച്ച് കുറവുകളും പോരായ്മകളൊക്കെ ഉണ്ടാവും, ഓലൊപ്പം അങ്ങ് ക്ഷമിച്ച് നിലകൊണ്ടോളൂ. ഇതിറങ്ങിയ ശേഷം പിന്നെ ഭയങ്കര പരിഗണനായിരുന്നു. സ്വഹാബത്തിന് തന്നെ ഭയങ്കര ആത്മവിശ്വാസം കൂടി. ഒരു സംഭവം പറയാം. അബൂ സഈദ് അൽ ഖുദരി റളിയല്ലാഹു അൻഹു പറയാണ്, ഈ ആയത്തിനെ വിശദീകരിച്ചിട്ട്. അബൂ സഈദ് അൽ ഖുദരി റളിയല്ലാഹു അൻഹു പറയാണ്, ഞങ്ങൾ കുറച്ച് ആളുകൾ ഒരിക്കങ്ങനെ ഇരിക്കുകയാണ്. അപ്പൊ അതിലൊക്കെ പിന്നെ പാവങ്ങളായിരുന്നു, അത്ര ആസാസിലുണ്ടായിരുന്നു. അദ്ദേഹം പറയാണ്, ഞങ്ങളിങ്ങനെ ഇരിക്കുകയാണ്. ജലസ്തു ഫീ നഫരി മിൻ ദുഅഫാഇ മുഹാജിരീൻ. അബൂ സഈദ് അൽ ഖുദരി റളിയല്ലാഹു അൻഹു പറയാണ്, ഈ ആയത്തിനെ വിശദീകരിച്ച്, ഞങ്ങൾ പാവപ്പെട്ട ദുർബലരായ പാവങ്ങളായ മുഹാജിറുകൾപ്പെട്ട കുറച്ചൊരു സംഘം അപ്പൊ അദ്ദേഹം പറയാണ്, ഞങ്ങൾ പാവപ്പെട്ട മുഹാജിറുടെ ഒരു സംഘത്തിൽ ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. അങ്ങനെ വസ്ത്രമൊക്കെ വളരെ കുറവായിരുന്നു. അപ്പോൾ അവർത്ത് മറക്കാനൊക്കെ കുറവായതുകൊണ്ട് ചിലരെന്ത് ചെയ്തറിയങ്ങൾ ആകെ ഒരു തുണി ആയതുകൊണ്ട് ഇരുന്നിട്ട് ആ ഒരു തുണി കൊണ്ട് ഒന്നായിട്ട് ഇങ്ങനെ പോയിച്ചിരിക്കുകയാണ്. ഒരാൾ തള്ളിയാൽ അവിടത്തെ കാവളിയാവും, മറിഞ്ഞു വീണാൽ. അപ്പൊ അങ്ങനെ ആയിരുന്നു ഞങ്ങൾ എന്ത് ചെയ്ത് ഇരുന്നിരുന്നത്. അങ്ങനെ പിന്നെ കൂട്ടത്തിലുള്ള ഖിറാഅത്ത് അറിയുന്ന, ഖുർആൻ ഓതാൻ അറിയുന്ന, നല്ലോണം ഓതാൻ അറിയുന്ന ഒരു ഖാരി ഞങ്ങൾക്ക് ഖുർആൻ ഇങ്ങനെ ഓതി തരുന്നുണ്ട്. പക്ഷെ നമ്മളിപ്പോൾ ക്ലാസ് എടുക്കുന്ന തന്നെ മുഹാജിറിൽപ്പെട്ട ആ സംഘം അബൂ സഈദ് അൽ ഖുദരി റളിയല്ലാഹു അൻഹു എല്ലാവരും കൂടി ഇങ്ങനെ കൂടിയിരിക്കുകയാണ്. ഒരാള് ഖുർആൻ ഓതി കൊടുത്ത് അതിനെപ്പറ്റി ഇങ്ങനെ വിശദീകരിച്ചു കൊടുക്കുക. ആ സമയത്താണ് ഇത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കടന്നു വന്നു. ഞങ്ങളിങ്ങനെ കുറച്ചാൾക്കാർ വട്ടത്തിൽ ഇരുന്നുകാണ്ട് ഒരാള് ഖുർആൻ ഓതിയിട്ട് വിശദീകരിക്കുകയാണ്, ബാക്കിയുള്ളവരൊക്കെ ഇങ്ങനെ സാഗൂതം അത് കേട്ടിരിക്കുകയാണ്. അപ്പോൾ നബി തങ്ങൾ കടന്നു വന്നു. റസൂല് വന്ന ഉടനെ ചോദിച്ചു, മാ കുൻതും തസ്നഊൻ, എന്താണ് ഇവിടെ പരിപാടി, ബന്ധങ്ങൾ ചെയ്തുകൊണ്ടിരിക്കണ്ടോ? വന്ന ഉടനെ തന്നെ സലാം പറഞ്ഞിട്ട് ചോദിച്ചു, എന്താ ഇവിടെ പരിപാടി എന്ന് ചോദിച്ചു. അപ്പൊ പറഞ്ഞു, ഖുൽനാ, അബൂ സഈദ് അൽ ഖുദരി റളിയല്ലാഹു അൻഹു പറയാണ്, ഞങ്ങളുടനെ തന്നെ പറഞ്ഞു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ തിരുദൂതരെ, കാന ഖാരിഉൻ യഖറഉ അലൈനാ വകുന്നാ നസ്തമിഉ ഇലാ കിതാബില്ലാഹ്. ഞങ്ങളെ കൂട്ടത്തിലുള്ള ഒരു ഖാരി ഞങ്ങൾക്ക് ഖുർആൻ ഓതി തരുന്നു. ഞങ്ങൾ അതിങ്ങനെ ശ്രദ്ധയോടുകൂടെ ശ്രദ്ധാപൂർവം അത് അല്ലാഹുവിന്റെ ഗ്രന്ഥം ശ്രവിച്ചു കൊണ്ടിരിക്കുകയാണ്. അവന് വിധങ്ങൾ ഇങ്ങനെ നോക്കി. പാവപ്പെട്ട കുറച്ച് ആൾക്കാർ ഇരുന്നുകൊണ്ടുള്ള ഒരു പരിപാടിയാണ്, ഖുർആനുമായി ബന്ധപ്പെട്ടുള്ള പരിപാടിയാണ്. അപ്പൊ റസൂൽ ഉടനെ തന്നെ പറഞ്ഞത്രേ, അൽഹംദുലില്ലാഹില്ലദീ ജഅല മിൻ ഉമ്മത്തി മൻ അമറനി അൻ അസ്ബുറ നഫ്സി മഅഹും. ഏതൊരു കൂട്ടരോടുകൂടെ ക്ഷമിച്ചു നിൽക്കാൻ അല്ലാഹു എന്നോട് കൽപ്പിച്ചോ, അങ്ങനെയുള്ളവരുടെ കൂടെയായതിൽ ഞാൻ അല്ലാഹുവിനാണ് സർവസ്തോത്രങ്ങളും. ഞാനിപ്പോ ഒരു കൂട്ടരോട് കൂടെയാണ്, അവരോട് കൂടെ ക്ഷമിച്ചിരിക്കാൻ വേണ്ടിയിട്ട് റബ്ബിനോട് കൽപ്പിച്ചിട്ടുണ്ട്. ഓലപ്പാള്ള ഞാനിപ്പോൾ ഉള്ളത്. അങ്ങനെ ഒരു സാഹചര്യം എനിക്ക് തന്ന അല്ലാഹുവിനിക്ക് സർവസ്തോത്രങ്ങളും. ഉണ്ടോ? ഈ ആയത്തും അൽ-ഗഹഫ് സൂറത്തിലെ ആയത്തും കൂടി തട്ടിക്കണം. അൽ-ഗഹഫിൽ പറഞ്ഞു, വസ്ബിർ നഫ്സക മഅല്ലദീന യദഊന റബ്ബഹും ബിൽ അദാത്തി വൽ അശി എന്ന പ്രഭാത പ്രദോഷങ്ങളിൽ റബ്ബിന്റെ വജ്ഹ് ഉദ്ദേശിച്ച് അവര് മാത്രം ആരാധിക്കുന്ന ഓലപ്പം നിന്നോളി രവിയെ. ഇവിടെ പറയുന്നു അങ്ങ് ആ പ്രഭാതത്തിലും പ്രദോഷത്തിലും അല്ലാഹ്ക്ക് ആരാധിക്കുന്ന, അത് റബ്ബിന്റെ പ്രീതി മാത്രം ഉദ്ദേശിച്ച് അങ്ങനത്തെ ഒരു കൂട്ടര അട്ടല്ലി നബിയേ. അങ്ങനെയുള്ള ഒരു കൂട്ടര് ഖുർആനുമായി ബന്ധപ്പെട്ടിരിക്കുമ്പോൾ അവിടേക്ക് കടന്നു വന്ന നബി തങ്ങൾ അതിന്റെ പേരിൽ എന്ത് ചെയ്യാണ്? അള്ളാഹുവിനെ സ്തുതിക്കാം. ഒരിക്കൽ ഈ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് മറ്റൊരു സുപ്രധാനമായ ഹദീസ് കാണാം. അതായത് പാവപ്പെട്ട മുഹാജിറുകളിൽപ്പെട്ട പിന്നെ ആളുകൾ അവര് ഭയങ്കര ഒരു സങ്കടം പറഞ്ഞു നബിയോട്. ഓരോ സങ്കടം തഫ്സീറിന്റെ ഗ്രന്ഥങ്ങളിൽ ഇങ്ങനെ കാണാം, ഹദീസിന്റെ ഗ്രന്ഥങ്ങളിലും കാണാം.
എന്താ അവര് പറയുന്നറിയോ? ധനികന്മാരായ ആളുകൾ എല്ലാവിധ നന്മയുമായി പോയല്ല നബിയെ. അപ്പോ എന്താ വെച്ചാല് പിന്നെ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിനോട് നബി എന്തെങ്കിലും പറയുമ്പോൾ മൂപ്പര് നല്ലോണം ചെലവാക്കും. അബൂബക്കർ റളിയല്ലാഹു അൻഹു നല്ലോണം ചെലവാക്കും. ഓലൊക്കെ നമ്മളെ കൂട്ടത്തിൽ ഉള്ളവരായിരുന്നു. അപ്പോൾ ഇവരൊക്കെ പിന്നെ അബൂബക്കർ റളിയല്ലാഹു അൻഹു നല്ലോണം ചെലവാക്കും, പിന്നെ ഉസ്മാൻ റളിയല്ലാഹു അൻഹു ചെലവാക്കും. അതുകൊണ്ടുള്ള ഉസ്മാൻ റളിയല്ലാഹു അൻഹു മൂപ്പര് സ്വർഗം വിലക്കെടുത്തു എന്ന് പറഞ്ഞു. അബൂബക്കർ റളിയല്ലാഹു അൻഹു വഫാത്തിന്റെ വേളയിൽ വഫാത്തിന്റെ തലേ ദിവസം ആയിഷ ബിയോട് പറഞ്ഞില്ല, ആയിഷ പിന്നെ ഞാനിനി എൻ്റെ ലാസ്റ്റ് ദിവസം അത് തോന്നിട്ടു, അതുകൊണ്ട് എൻ്റെ മുതലുണ്ടായിരുന്നു, എൻ്റെ മുതല് നീയും 2 സഹോദരിമാരും 2 സഹോദരങ്ങളും 5 നിങ്ങൾ എന്ത് ചെയ്തോണ്ട് പിന്നെ ഖുർആനിൽ അള്ളാഹു പറഞ്ഞതുപോലെ വിവരിച്ചോണ്ട്, അതായത് ആണിന് പെണ്ണിന്റെ ഇരട്ടി ഉണ്ടാവും ആ രീതി. അതിൽ ആയിഷ ചോദിച്ചു, ഉപ്പ നിങ്ങൾക്ക് പഴച്ചോ? ഞാനും 2 സഹോദരിമാരും ഇല്ലല്ലോ, ഞാനും അസ്മാവല്ലേ ഉള്ളൂ, 2 പെൺകുട്ടികളല്ലേ, പിന്നെ 2 ആൺകുട്ടികൾ, 4 ആളല്ലേ ഉള്ളൂ. അപ്പൊ അബൂബക്കർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ആയിഷ അബൂബക്കർ റളിയല്ലാഹു അൻഹു വേറൊരു ഭാര്യ ഉണ്ടായിരുന്നു. അപ്പോൾ ആയിഷ ബിയോട് പറയാണ്, ആയിഷ എൻ്റെ ഭാര്യ ഗർഭിണിയാണ്, അതിലൊരു പെൺകുട്ടി ഉണ്ടാവും, ആ പെൺകുട്ടിനെയും കൂടി ഉദ്ദേശിച്ചിട്ടാണ് ഞാൻ പറഞ്ഞത്. സുദ്ദീഖരുടെ വഫാത്തിന്റെ ശേഷമാണ് ആ പത്നി പ്രസവിച്ച് അതിലൊരു പെൺകുട്ടിയാണ്. അപ്പൊ 5 അസ്മാ ബീവിയും ആയിഷ ബീവിയും ആ പെൺകുട്ടി മറ്റേ 2 പിന്നെ അബ്ദുറഹ്മാൻ മുഹമ്മദ് 2 മക്കളും. അതിൽ വേറെ വലിയൊരു പോയിന്റ് എന്താ വെച്ചാല് മറഞ്ഞ കാര്യം അള്ളാഹു അറിയിച്ചു കൊടുത്ത ആർക്കും പറയാൻ കഴിയുന്നതാണ്. ഗർഭിണിയായ ഗർഭത്തിലുള്ള കുട്ടി പെണ്ണാണെന്ന് അറിയട്ടെ സുദീഖനവർ പറഞ്ഞു. അതെന്താ അറിയോ, അത് കുറച്ച് മുതലുണ്ടായിരുന്നു. ഉസ്മാൻ റളിയല്ലാഹു അൻഹു ഉണ്ടായിരുന്നു, അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു ഉണ്ടായിരുന്നു, അബൂദല്ലത്തുൽ അൻസാരി റളിയല്ലാഹു അൻഹു ഉണ്ടായിരുന്നു. ഇങ്ങനെ അപ്പൊ ഈ പിന്നെ ഇവരൊക്കെ ഇങ്ങനെ ദാനം ചെയ്യുന്നതും മറ്റും കാണുമ്പോൾ ഈ പാവപ്പെട്ട മുഹാജിറുകൾക്ക് തോന്നുകയാണ്, അൻസാറുകളിലും പാവപ്പെട്ടവർക്ക് തോന്നുകയാണ്, അപ്പൊ നമ്മൾക്ക് എന്താ ചെയ്യാ, നമുക്ക് കൂലി കിട്ടൂലല്ലോ എന്നൊരു തോന്നല് ഒന്നാണ്. ശരിക്കും ഇതിങ്ങനെ ബറാബറായി നിൽക്കുന്നുള്ളതാണ്. 2 കൂട്ടരും സമത്തിൽ 2 കൂട്ടരും 2 നിലക്കാണ് പഠിച്ചാൽ കൊടുക്കുന്നത്. അത് മനസ്സിലാക്കുന്നിടത്ത് ചില പിഴ പറ്റിയതാണ്. അങ്ങനെ ഉണ്ടല്ലോ. അപ്പോ പിന്നെ ഉണ്ടെങ്കിൽ നമ്മളത് ചെലവഴിക്കുമ്പോൾ നമുക്ക് വലിയ നേട്ടങ്ങളും കാര്യം. അതാണ് ഉസ്മാൻ റളിയല്ലാഹു അൻഹു പറ്റി സ്വർഗം വിലക്കെടുത്തു എന്ന് പറഞ്ഞത്. അബൂബക്കർ റളിയല്ലാഹു അൻഹു പറ്റി പറഞ്ഞത് എന്താ, പിന്നെ എനിക്ക് ശുദ്ധീകരിക്കുന്നവരുടെ മുതൽ എനിക്ക് ഉപകാരപ്പെട്ടതുപോലെ ആരെ മുതൽ ഉപകാരപ്പെട്ടില്ല എന്ന് പറഞ്ഞല്ലോ. അപ്പൊ ഇതൊക്കെ പറയുമ്പോൾ ഇവർക്ക് തോന്നണം നമ്മളിപ്പോ ആകെ അടി പോയല്ലോ. അപ്പൊ ഓര് പറയണത് സർവ നന്മകളും മുതലാളിമാര് സമ്പന്നരായ ആളുകൾ കൊണ്ടുപോയി. എന്നിട്ടെന്താ അവര് പറയുന്നത് അറിയോ, ഹും യഹുജൂൻ വലാ നഖദിറു അലൈഹി. അത് ഇവര് ഓല ഹജ്ജിന് പോകണ്ടല്ലോ, ഞങ്ങൾക്ക് എല്ലാവർക്കും അതിന് കഴിയൂല. വയതസദ്ദഖൂന, അവർ ദാനധർമ്മം ചെയ്യുന്നു. വലാ നഖദിറു അലൈഹി, ഞങ്ങൾക്ക് അതിന് കഴിയില്ല. വയഅതിഖൂന, അവർ ഈദ്ക്ക് ചൊല്ലുന്നു, അടിമകളെ മോചിപ്പിക്കുന്നു. വലാ നഖദിറു അലൈഹി, അതിന് ഞങ്ങൾക്ക് കഴിയൂല. അപ്പൊ ഇതിലൊക്കെ ഇപ്പോ ഓലാളുടെ മുന്നിൽ ഞങ്ങൾ ബാക്കിലാണല്ലോ. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞെടുത്തു, 3 നിലക്ക് നിങ്ങൾക്ക് സ്ഥാനം, ഒരു പേടിയും പേടിക്കണ്ടാണ്. എന്നിട്ട് റസൂലുള്ളാഹി പറയാണ്, ഇന്ന ഫിൽ ജന്നതി ഖുറഫൻ മിൻ യാഖൂത്തിൻ അഹ്മർ, ചുവന്ന മാണിക്യത്തിന്റെ കൊട്ടാരങ്ങൾ സ്വർഗത്തിലുണ്ട്. റസൂലുള്ളാഹി തങ്ങൾ പറയാണ്, ചുവന്ന മാണിക്യത്തിന്റെ മനോഹരമായ കൊട്ടാര സമാനമായ വീടുകൾ, യൻദുറു ഇലൈഹാ അഹ്ലുൽ ജന്ന, ആ കൊട്ടാരത്തിലേക്ക് ഇങ്ങനെ നോക്കും അത്രേ സ്വർഗാവകാശികൾ. ഏതുപോലെ, കമാ യൻദുറു അഹ്ലുദ് ദുനിയാ ഇലൻ നുജൂം, നക്ഷത്രങ്ങൾ ഇങ്ങനെ ഉദിച്ചു നിൽക്കുമ്പോൾ ഭൂലോകവാസികൾ മാനത്തേക്ക് നോക്കുന്ന പോലെ. നല്ല നിലാവുള്ള രാത്രി നക്ഷത്രങ്ങൾ വാരി വതറിയതുപോലെ, ഒരു മഴക്കാറും കാര്യങ്ങളൊന്നുമില്ല, മേഘമില്ല, നല്ല തെളിഞ്ഞ അന്തരീക്ഷം. അത് കാണാൻ എന്തോ ഒരു രസാണ്. അത് നോക്കി നിൽക്കുന്ന പോലെ സ്വർഗാവകാശികൾ മനോഹരമായ ചുവന്ന മാണിക്യത്തിന്റെ ഈ വീട്ടിലേക്ക് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും. എന്നിട്ട് നബി തങ്ങൾ പറഞ്ഞെന്തറിയോ, ലാ യദ്ഖുലുഹാ ഇല്ലാ നബിയ്യുൻ ഔ ഷഹീദുൻ ഔ മുഅ്മിനുൻ ഫഖീർ. ആ പറയപ്പെട്ട മാണിക്യത്തിന്റെ വീട്ടിലേക്ക്, ചുവന്ന മാണിക്യത്തിന്റെ വീട്ടിലേക്ക് പ്രവേശിക്കുന്നത് 3 കൂട്ടരാണ്. 1 നബിമാരാണ്, 2 ശുഹദാക്കളാണ്, 3ാമത്തത് മുഅ്മിനീങ്ങളിൽപ്പെട്ട ഫഖീറുമാരാണ്. എല്ലാ
പാവങ്ങളും നല്ല ഈമാനുള്ള പാവങ്ങൾക്ക് മാത്രമുള്ളതാണത്. ഇതിന് കേട്ടപ്പോൾ അവർക്ക് ഭയങ്കര സന്തോഷമായി. രണ്ടാമത്തെ നിബിധങ്ങൾ പറഞ്ഞു, യദ്ഖുലുൽ ഫുഖറാഉൽ ജന്നത ഖബ്ലൽ അഗ്നിയാഇ ബിനിസ്ഫി യൗമിൻ. നിബിധങ്ങൾ പറയാൻ നിങ്ങൾ ബേജാറാകണ്ട. യദ്ഖുലുൽ ഫുഖറാഉൽ ജന്ന, പാവപ്പെട്ട ആളുകൾ സ്വർഗത്തിൽ പ്രവേശിക്കും. ഖബ്ലൽ അഗ്നിയാഇ, ധനികന്മാരുടെ മുന്നിൽ, ബിനിസ്ഫി യൗം, ഒരു ദിവസത്തിന്റെ പകുതി മുമ്പ്. ഒരു ദിവസത്തിന്റെ പകുതി എന്ന് പറഞ്ഞാൽ നിബിധങ്ങൾ പറഞ്ഞത് വഹുവ മിഖ്ദാറു 500 ആം, അത് 500 വർഷത്തെ അകലമാകുന്നു. 500 വർഷം എന്ന് പറഞ്ഞാൽ എത്ര നീളമുണ്ട്? 500 വർഷം. നമുക്കൊരു 50 തന്നെ എത്ര ഉണ്ട്? 5 നൂറ്റാണ്ട്. അതാണ് അന്നത്തെ അരദിനം. അപ്പോ ധനികരായ ആളുകൾ സ്വർഗത്തിൽ കടക്കുന്നതിന്റെ 500 കൊല്ലം മുമ്പ് ആര് കയറും? സാധാരണക്കാര പാവപ്പെട്ട മുഅ്മിനായ ആള് കയറുന്ന. ഞാൻ ഇതിന് വേറെ കാരണം നബിതങ്ങൾ വേറെ ഹദീസിൽ പറയുന്ന എന്താ അറിയോ? 50,000 വർഷത്തിന്റെ ദൈർഘ്യം തോന്നുമെന്ന് എന്ന് പറയുന്നു. ആ ആയത്തിന്റെ വിശദീകരണത്തിൽ കാണാൻ 50 ചെക്ക് പോസ്റ്റുകൾ ഉണ്ടാവുന്നതാണ്. അപ്പൊ നമ്മളടുത്ത് സാധനം ഉണ്ടെങ്കിൽ അതിന്റെ കണക്ക് ചോദ്യത്തിനാണ് ആ ടൈം എടുക്കുന്നത്. 50 ചെക്ക് പോസ്റ്റുകൾ 50 കേന്ദ്രങ്ങളിൽ വെച്ച് നമ്മൾ ചോദ്യം ചെയ്യപ്പെടുന്നതാണ്. അതൊക്കെ കഴിഞ്ഞ ഒന്ന് സമയമെടുക്കും. അതിന് മുമ്പ് മറ്റേ ആളെന്ത് ചെയ്തു? അവിടെ കയറി. ഇത് നബിതങ്ങൾ ഇവരോട് പറയാണ്. അപ്പൊ ഇവർക്ക് ഭയങ്കര സന്തോഷമായിട്ടോ, മുഹാജിറുകൾക്ക് ഭയങ്കര സന്തോഷമായി. പിന്നെ പറഞ്ഞെന്താ അറിയോ? ഇദാ ഖാലൽ ഫഖീറു, നബിതങ്ങൾ പറയാണ്. 3 കാര്യങ്ങൾ പറഞ്ഞല്ലോ. ഒന്നാമത്തെ പറഞ്ഞു സ്വർഗത്തിലെ മനോഹരമായ ചുവന്ന മാണിക്യത്തിന്റെ കൊട്ടാരം, അതിലേക്ക് അമ്പിയാക്കളും ശുഹദാക്കളും ഈ ഫഖീറുമാരും കയറും. രണ്ടാമത്തത് പറഞ്ഞത് പിന്നെ ധനികരായവർ കയറുന്നതിന്റെ അരദിനം മുമ്പ് അവർ കയറും. അരദിനം എന്ന് പറഞ്ഞാൽ 500 വർഷത്തേതായിരിക്കേണ്ടത്. മൂന്നാമത്തെ പറയുന്നത് എന്താ അറിയോ? ഇദാ ഖാലൽ ഫഖീറു സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ എന്ന് ഒരു പാവപ്പെട്ട ആൾ ചൊല്ലിയാൽ ലഹിഖ ശൈഅൻ ലം യൽഹഖുഹു അൽഗനിയ്യു വഇൻ അൻഫക 10,000 ദിർഹം എന്ന് പറഞ്ഞാൽ നോക്കൂ, ഒരു ഫഖീറായ ആള് സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി എന്ന് ചൊല്ലുമ്പോൾ ധനികരായ ഒരാള് 10,000 ദിർഹം ചെലവാക്കുന്നതിനേക്കാൾ കൂലിയാണ് ഒറ്റ ദിക്കുന്നുള്ളത്. അപ്പൊ പിന്നെ ആരും അടിയിൽ പോകില്ല എന്നുള്ള ഇത് ഒരു വശം കേട്ടോ. ഇതൊരു വശമാണ്. ഇതൊരു വശം എന്ന് പറഞ്ഞാല് സാധുക്കളായ ആളുകൾ ഒരിക്കലും വിഷമിക്കേണ്ടതില്ല. ധനം കുറഞ്ഞതിന്റെ പേരിൽ സദഖ ചെയ്ത കൂലില്ലല്ലോ. അങ്ങനെ തോന്നേണ്ട ആവശ്യമില്ല. വേറെ നിലക്ക് കിട്ടുന്നതാണ്. ഇനി മറ്റേ വകുപ്പ് ഇങ്ങനെ പറഞ്ഞാലോ, ആത്മാർത്ഥമായിട്ട് നമ്മുടെ സമ്പത്ത് നല്ല വഴിക്ക് ചെലവഴിച്ചത്, ദീനീ കാര്യത്തിന് ചെലവഴിച്ചത്. കാരണം ഒരുപാടുണ്ടല്ലോ പ്രവാചകന്മാരും സഹാബിമാരും കാര്യപ്പെട്ടവരൊക്കെ. അവർക്ക് കിട്ടാൻ പോകുന്നതിന് വിധങ്ങൾ വേറെ പറയാതെ ഞാൻ പറഞ്ഞത്. രണ്ടും ഇങ്ങനെ നമ്മൾ കൂട്ടി നോക്കുകയാണെങ്കിൽ ആർക്കും കമ്മി വരൂല, ആർക്കും കുറവില്ല. അപ്പൊ അതിൽ ഒരിക്കലും നിരാശ വരരുത് എന്നാണ്. ദുനിയാവിൽ എന്തെങ്കിലും കുറവ് വരുമ്പോഴുള്ള പൊതുവെ ആളുകൾക്ക് നിരാശ വരിക. കുറെ നിസ്കരിച്ചു, കുറെ നോമ്പ് നോറ്റു, എന്നിട്ട് ഇങ്ങനെ ആയല്ലോ. അങ്ങനെ ഒരു നിരാശ ഒരിക്കലും വരേണ്ടതില്ല. ഒരു നിലക്കല്ലെങ്കിൽ ഒരു നിലക്ക് അല്ലാഹു തആല തരുന്ന. അപ്പൊ ഇനിയിപ്പോ അവിടെ നമുക്കൊരു സംശയം വരിക, ഈ പിന്നെ ആ അകലം പറഞ്ഞല്ലോ, 500 വർഷത്തെ അകലത്തിന് മുമ്പ് കയറും. 500 വർഷത്തെ അകലം ഉണ്ടായതുകൊണ്ട് കുഴപ്പമില്ലല്ലോ. നമ്മളെ ഭാഗം ക്ലിയർ ആണെങ്കിൽ കണക്ക് ചോദിക്കുമ്പോൾ നമുക്ക് രേഖ ക്ലിയർ ആയിരിക്കും. അങ്ങനെ ഉണ്ടല്ലോ. സമ്പത്തിനെ പറ്റി കൃത്യമായിട്ട് 2 പോയിന്റിലാ ചോദ്യം വരാം. മിൻ അയ്ന ഇക്തസബഹു വഫീമ അൻഫഖഹു, എങ്ങനെയൊക്കെയാണ് സമ്പാദിച്ചത്, അതിന്റെ വിനിയോഗം എങ്ങനെയായിരുന്നു, ഏതൊക്കെ രീതിയിൽ ഉണ്ടാക്കി, ഏതൊക്കെ രീതിയിൽ ചെലവാക്കി, അതാണ് വരിക. ആ ചോദ്യത്തിനായിരിക്കും നമ്മൾ എന്ത് ചെയ്യുക, ഉത്തരം പറയേണ്ടി വരിക എന്നുള്ളത്. അപ്പൊ ഇങ്ങനെ ഒരുപാട് ആയത്തുകൾ, പിന്നെ അതുപോലെ തന്നെ ഒരുപാട് ഹദീസുകൾ ഈ വിഷയത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. അപ്പൊ ആ വിഷയത്തിൽ ആർക്കും ഒരു നിരാശ പാടില്ല. എന്നാ നോക്കൂ നിങ്ങള്, ഇന്നിപ്പോ നമ്മളിതൊക്കെ പറയുമ്പോൾ നല്ല രൂപത്തിൽ ഒരാൾക്ക് എത്രയും സമ്പാദിക്കാതാണ്. സുലൈമാൻ നബിയും ദാവൂദ് നബിയും ഒക്കെ വലിയ ആക്രാന്തം പറയാൻ പറ്റില്ല. കാരണം ദാവൂദ് നബിക്ക് അല്ലാഹു തആല കണ്ടമാനം സ്വത്ത് കൊടുത്തിട്ട് മൂപ്പര് എല്ലാ ദിവസവും എത്ര റിസ്ക് എടുത്തിട്ടാണ് മൂപ്പര് പണിക്കായത്.
എല്ലാ ദിവസവും ഒരു പടയെങ്കിലും ഒരു ദിവസം ഉണ്ടാക്കും. ഇങ്ങനെ 6000 ദീനാറ് ദിർഹം ഒക്കെ വിലക്കിട്ട സാധനത്തിനനുസരിച്ച്. അപ്പൊ എന്താ, അതിനെ ദീന് നല്ലോണം പ്രോത്സാഹിപ്പിച്ചു. പക്ഷെ നല്ല മാർഗത്തിലൂടെ ആകണം. ഈ നല്ല മാർഗത്തിലൂടെ അല്ലാത്തതുകൊണ്ടുള്ള പലപ്പോഴും വഷളാകുന്നത്. ആ ഒരു ആക്രാന്തം മനുഷ്യന് വന്നുള്ളപ്പോൾ പുതിയ വിവാദങ്ങളൊക്കെ ഉണ്ടല്ലോ. ഞങ്ങൾ ജിന്നുമ്മ ഒരിടത്തുണ്ടാവുമ്പോൾ ജിന്നുപ്പ വേറെ ഉണ്ടാവും. എന്തോ ഒരു ഹലാക്കാണല്ലേ, അല്ലാത്ത. ഇപ്പൊ 2 സംഭവങ്ങൾ കണ്ടില്ല ഞങ്ങൾ. ഒന്ന് വയനാട്ടിൽ ഒരു കട, ഒരിടത്ത് വയനാട്ടിൽ ഒരു കട, അതിന്റെ അപ്പുറത്ത് വേറൊരു കട. അപ്പോ ഈ കടന്റെ CCTV നോക്കുമ്പോൾ രാത്രി ഒരാൾ വന്നിട്ട് കുഴിച്ചിരുന്നുണ്ട്. കുപ്പി ഇട്ട കച്ചവടം മുടക്കാനാണ്, സീർ ചെയ്യാണ്. അപ്പോൾ അത് അപ്പുറത്തെ കച്ചവടക്കാരൻ വിട്ട ആളാണ് ആ കുഴിച്ചതെന്ന് പറഞ്ഞിട്ടാണ് പ്രശ്നം. അപ്പൊ എന്തായി, ഈ കച്ചവടക്കാരന്റെ 2 മക്കൾ കൂടിയിട്ട് മറ്റേ ആളെ കൊല്ലാൻ തീരുമാനിച്ചു. വണ്ടി ഇടിച്ച് കൊന്നു. ആദ്യം കരുതിയത് അപകടമാണെന്നാണ്, സാധാ അപകടമാണെന്നാണ്, സാധാ ആക്സിഡന്റ് ആണെന്നാണ്. പിന്നെയാണ് മനസ്സിലായത് ആസൂത്രിതമായ കൊലപാതകമാണെന്ന്. വിഷയം എന്താ? സിഹർ. മറ്റേത് കാസർഗോട്ടുള്ള അയിലാറ വലിയ തമാശ. ഇപ്പോഴും കുടത്തിന്റെ ഉള്ളിൽ സ്വർണം വെച്ചുകൊണ്ട് കണ്ണിമ്പാൻ പറഞ്ഞു വന്നാല് ആലോചിച്ചു. എന്തോ ഒരു പോയതക്കാരൻ. നമ്മളെ മലപ്പുറത്തിന്റെ ഒരു സുഹൃത്തുണ്ട്. മൂപ്പര കൂടെ ജോലിയുള്ള ഒരാളുണ്ടായിരുന്നു സൗദിയിൽ. ഭയങ്കര പൈസക്കാരനാണ്. അയാളെ പെണ്ണുങ്ങൾക്കൊരു അസുഖം വന്നിട്ട് ആരോ പറഞ്ഞ പോലെ ഇത് എന്തേലും സീറയിക്കാരോ നോയിക്കളിയാറുണ്ട്. അങ്ങനെ ഒരു ചികിത്സക്കാരനെ കൊണ്ടുവന്നു. അയാളെ കൊണ്ടുവന്നു. അയാൾ പറഞ്ഞത്ര 40 ദിവസത്തെ ചികിത്സ വേണം. അപ്പോൾ നിങ്ങൾക്ക് നല്ല പെട്ടി ഉണ്ട് വെച്ചുമ്പോൾ സൂട്ട് കേസ്. അപ്പോൾ ഇയാൾ ഗൾഫിൽ ഇയാൾക്കുണ്ട്. എന്നാൽ വീട്ടിലെല്ലാവരും സ്വർണം ആ സൂട്ട് കേസിൽ വെക്കുക. നിങ്ങളെ കയ്യിൽ തന്നെ വെച്ചോളൂ കേട്ടോ എന്ന് പറഞ്ഞു, സംശയം വരാക്കാൻ. അങ്ങനെ ഇയാളാണെങ്കിലോ ഇയാൾക്ക് ഇതിങ്ങനെ കേട്ടിട്ടുണ്ടായതുകൊണ്ട് പോകുന്നൊരു വേജാറുണ്ട്. അപ്പോൾ മുറുക്കി കുടിച്ചും ചെയ്തിരുന്നു. ഈ സൂട്ട് കേസ് ഇയാളെ തന്നെ. ഇയാൾ ഈ ചികിത്സ കഴിഞ്ഞാണ്ട് പോകും. എല്ലാ ദിവസവും വരിക. കാരണം ആ ചികിത്സ റൂമിലെല്ലാവരും ഈ പെട്ടി ഇയാളെടുത്ത് തന്നെ. ആരെടുത്ത്? ആ പെരയിത്ത ആളെടുത്ത് തന്നെയാണ് പെട്ടി. അതിൻ്റെ ഇടയിൽ എന്തോ ഒരു പൊടി വെതറിലൊരു പുക ഉതലൊക്കെ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു. 40 ദിവസം കഴിഞ്ഞിട്ട് ഇയാൾ പോകുമ്പോൾ ഓൽക്കൊരു സംശയമില്ല, പെട്ടി തുറക്കരുതെന്ന് പറഞ്ഞു. കാരണം പെട്ടി ആളെ കയ്യിൽ തന്നെയുള്ള. അത് ചികിത്സ കഴിഞ്ഞാൽ അത് റൂമിൽ കൊണ്ടുപോയിക്കണം, ബെഡ്റൂമിൽ കൊണ്ടുപോയി പൂട്ടി ഭദ്രാക്കുന്നു. ഇയാൾ പോകുന്നു. പിറ്റേ ദിവസം ചികിത്സക്ക് വരുന്നു. 40 ദിവസം കഴിഞ്ഞതിന് ശേഷം ഇയാൾ പോകുമ്പോൾ പറഞ്ഞു വന്നു, ഇനി 10 ദിവസം കഴിഞ്ഞിട്ട് തുറന്നുകൊണ്ടിരുന്നു. 10 ദിവസം കഴിഞ്ഞ് തുറന്നു നോക്കുമ്പോൾ അതിലെത്തില്ല. ഇതെന്ത് കഥ? സൂക്ഷ്മ നിരീക്ഷണം നടത്തിയപ്പോൾ ആ പെട്ടി മാറ്റിയിരിക്കുന്നു. നോക്കണം എത്ര വിദഗ്ധമായിട്ടാണ്. അപ്പോൾ വല്ലാതെ ആലോചിച്ചപ്പോൾ ഇയാൾ പിന്നെ അങ്ങനെ പറഞ്ഞു വന്നു, എന്തോ ഒരു പൊടി വിതറിയ മാർക്ക് തോന്നിനാ. പക്ഷെ കുറച്ചൊരു മയക്കുണ്ടായിക്കണോ, അതിലാ പെട്ടി മാറ്റി. മയക്കം തെളിഞ്ഞപ്പോൾ ഇയാൾ മുറുക്കി പിടിച്ചിരിക്കണു. അത് വേറെ പെട്ടിയാണ്. ഇങ്ങനെ പറ്റിക്കപ്പെടുക. ഇങ്ങനെ 100 സംഭവം നടന്നാലും നമ്മൾ ആൾക്കാർ പഠിച്ചില്ല. പിന്നെ സ്വർണം കൊടുക്കുകയാണ്. ഈ ബാലർമീരൊക്കെയുള്ള ചെറിയ കുട്ടികൾക്കുള്ള കഥബുക്കിലൊക്കെ പറയും പോലെയാണ് ഈ കൊട അടച്ചു പിടിച്ചാണ് കണ്ണിമ്പാൻ പറഞ്ഞാണ്ട് അത് തട്ടിക്കൊണ്ടുപോയി കട കഴിഞ്ഞും ചെയ്തു. ഇതൊക്കെ നടന്നിട്ടും ആൾക്കാർക്ക് പിന്നെ അതിലെങ്ങനെ ഈ പെടുന്നത്? ഒരിടത്തൊക്കെ നമ്മൾ പാമ്പ് കടിക്കാന്നല്ലാതെ. ജിന്നും പറഞ്ഞാൽ ചില്ലറക്കാരിയല്ല. 5000 ഏലസ പോലീസ് കണ്ടെടുത്ത്. ഹോൾസെയിലാണ് കച്ചവടം. ഭയങ്കര പരിപാടിയാണ്. 5000 അത് സാധാരണക്കാർക്കില്ല കേട്ടോ. അത് വലിയ വലിയ ആൾക്കാരാണ് അതിൽ പെട്ട. 50,000 1 ലക്ഷമൊക്കെയാണ് ഏലസ്. മുമ്പ് കേരളത്തിൽ വലിയൊരു ഏലസാരുണ്ടായിരുന്നു. ടിവിയിലൊക്കെ പരസ്യം ഏലസ് ഇങ്ങനെ പറന്ന് വരും. ഞാൻ അതിനെതിരെ തട്ടിപ്പാണെന്ന് ബോധ്യപ്പെട്ടതിന് ശേഷം നമ്മൾ അതിനെതിരെ സംസാരിച്ചിട്ട് എനിക്ക് ഭയങ്കര ഭീഷണിയൊക്കെ ഉണ്ടായിരുന്നു. അയാളെ ഭയങ്കര ഭീഷണിയുണ്ടായിരുന്നു. എന്നോട് ഉസ്താമാരൊക്കെ പറഞ്ഞു, ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ, രാത്രി ക്ലാസ് കഴിഞ്ഞൊക്കെ വരുമ്പോൾ ചില ലോറിയൊക്കെ പാഞ്ഞു വരും. തന്നെ ഉസ്താമാർ പറഞ്ഞു, നിങ്ങൾ വിളിച്ച് പറഞ്ഞാൽ അങ്ങനെ പറയണ്ട കേട്ടോ എന്നോട്. ഇവരൊന്നിനും മടിക്കില്ല, ഇവർക്ക് പല ആൾക്കാരും ഉണ്ടാവുന്നുണ്ടോ. പിന്നെ കുറച്ച് ദിവസമൊക്കെ ഒരു ശ്രദ്ധ ഉണ്ടായിരുന്നു. എങ്ങനെ പെരിയിലോ ഒന്ന് ഇറങ്ങുമ്പോൾ എവിടുന്ന് എൻ്റെ കാര്യം വരുമോ നേരിട്ട് വിളിച്ചു ഭീഷണിപ്പെടുത്തി. ഓൾക്ക് ഉണ്ടായ കാര്യങ്ങളൊക്കെ ഉണ്ടായി. നമുക്ക് തട്ടിപ്പാണെന്ന് ബോധ്യപ്പെട്ടോണ്ട് നമ്മൾ പറഞ്ഞാണ് അയാളെ കച്ചവടം മുടക്കി. പിന്നെ ഇപ്പം ഈ അടുത്ത കാലത്ത് കണ്ടു അയാൾ BJP ചേർന്നതായിട്ട്. ശോഭാ സുരേന്ദ്രന് ഇത് കൊടുക്കുന്നുണ്ട്, ഷാൾട്ട് കൊടുക്കുന്നുണ്ട് ഈ കക്ഷിക്ക്, ഈ ആലസിറ്റ് അത് നമ്മൾ കണ്ടു. വല്ലാത്തൊരു കഷ്ടം. അപ്പൊ ഞാൻ പറയുന്നത് ഇത് ഭയങ്കര തട്ടിപ്പുകൾ ഈ വിഷയത്തിൽ നടക്കുന്നുണ്ട്. അപ്പോ ഇതിലെന്താ അറിയുന്നത്? ഒന്ന് നമ്മളെല്ലാവരും ശ്രദ്ധിക്കേണ്ട എന്താ വെച്ചാല് സംഗതി ഈ സിഹർ വല്ലാതെ കൂടിയിരിക്കണം. ബിസിനസ്സുകാർക്കും അത് എല്ലാ മേഖലയിലും ഉണ്ട്. അതിനെ നമ്മൾ തള്ളേണ്ട ആവശ്യമില്ല. അതൊരു യാഥാർത്ഥ്യമാണ്. കാരണം ഇജ്തനിബു സബഅൽ മൂബിഖാത്ത്,
നിങ്ങൾ 7 വൻദോഷങ്ങൾ വെടിയണേന്ന് പറഞ്ഞു ഹദീസിൽ ആർക്കും സംശയമല്ലല്ലോ. രണ്ടാമത്തെ എന്താ പറഞ്ഞത്? സിഹർ. സിഹറാണ് 7 വൻദോഷങ്ങൾ. രണ്ടാമത്തെ ശിർക്ക് പറഞ്ഞതിന്റെ ശേഷം പറഞ്ഞത് സിഹറാണ്. അപ്പോൾ അത് വളരെ ഗൗരവമുള്ള കാര്യമാണ്. അത് ചെയ്യും. ഇപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നേരെ വധിക്കാൻ കഴിയാത്തോണ്ട് പോലെ എന്താ ഇത് പിന്നെ ലബീദിന്റെ അടുത്ത് പോയി. ലബീദ് വലിയ സാഹിറായിരുന്നു, ഭയങ്കര സീറായിരുന്നു. മറ്റേ പെൺകുട്ടികളും ഒരു അടുപ്പും കല്ലേനും 2 പെൺകുട്ടികളും ഇയാളും അയാളെടുത്ത് എന്ന് പറഞ്ഞു. അയാള് പറഞ്ഞു നല്ല കാശ് കൊടുത്തു, ഞാൻ ചെയ്തോളായിരുന്നു. അയാൾ കുറച്ച് ഈന്തപ്പനന്റെ കൊതുമ്പൊക്കെ കൊണ്ടുവന്ന് മെഴുകൊക്കെ ഒപ്പിച്ച് ആദ്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ രൂപം ഉണ്ടാക്കി. ആ രൂപത്തിൽ 11 ആണി അടിച്ചു, 11 കെട്ട് കെട്ടി. അതാണ് കിണറ്റില്, അതാണ് ഈ കൂടോത്രം ചെയ്ത വസ്തുക്കൾ. ഇതൊക്കെ അടിസ്ഥാനമുള്ള കാര്യമാണ്. എന്തുണ്ടായത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് സുഖമില്ലാതായി, അള്ളാന്റെ തിരുദൂതർക്ക് സുഖമില്ലാതായി. അപ്പൊ ജിബ്രീൽ എന്ന മലക്കും മറ്റൊരു മലക്കും വന്ന് കാലിന്റെ അവിടെയും തലന്റെ അവിടെ ഇങ്ങനെ ഇരുന്നിട്ട് ഓരിങ്ങനെ ചർച്ച ചെയ്യാണ്, എന്ത് പറ്റി മുഹമ്മദ് നബിക്ക് സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ മറ്റേ മലക്ക് പറയാണ് സിഹർ ബാധിച്ചതാണ്. അപ്പൊ ചോദിക്കണം ആരാണ് ചെയ്തത്? അത് ഇന്നാലിന്ന ആളാണ്, ലബീദാണ്. എവിടെയാണ് ചെയ്തത്? അത് ഇന്നാലിന്ന കിണറ്റിലാണ്. ഇനി എന്താ പ്രതിവിധി? ആദ്യം ആ സാധനം കൊണ്ടുവരണം. അലി റളിയല്ലാഹു അൻഹു അടക്കം ഒരു സംഘം പോയിട്ട് വെള്ളം മുക്കി ഒഴിവാക്കിയിട്ട് ആ സാധനം അടിയിൽ നിന്ന് എടുത്തു. ആ സാധനം മുത്ത് നബിയുടെ മുന്നിൽ ഇങ്ങനെ വെച്ചു. ഇനി ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം പ്രതിവിധി പറഞ്ഞു കൊടുക്കുകയാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ് മിൻ ശർരി മാ ഖലഖ് വമിൻ ശർരി ഗാസിഖിൻ ഇദാ വഖബ് വമിൻ ശർരി നഫ്ഫാസാതി ഫിൽ ഉഖദ് വമിൻ ശർരി ഹാസിദിൻ ഇദാ ഹസദ്. സീറില്ലാന്ന് പറയാൻ പറ്റൂല. അതൊക്കെ ചിലരൊക്കെ പറയുന്നത് അതൊന്നുമില്ല, ഒക്കെ വെറുതെ അന്ധവിശ്വാസമാണ്. അവരൊക്കെ ഇപ്പൊ തിരുത്തൽ തുടങ്ങിയാണ്. പക്ഷെ ഇത് ഖുർആൻ ഇറങ്ങാൻ കാരണമാണ്. അതിൽ പറയേണ്ട വിഷയം നോക്കി. കുൽ പറയുക നബിയേ, അഊദു ബിറബ്ബിൽ ഫലഖ്, പ്രഭാതത്തിന്റെ രക്ഷിതാവിൽ ഞാൻ അഭയം തേടുന്നു. മിൻ ശർരി മാ ഖലഖ്, അല്ലാഹു സൃഷ്ടിച്ച സർവ്വ വസ്തുക്കളുടെ നാശത്തിൽ നിന്നും. വമിൻ ശർരി ഗാസിഖിൻ ഇദാ വഖബ്, ഇരുൾ മുറ്റുമ്പോൾ രാത്രിയിൽ നിന്നുണ്ടാകുന്ന നാശത്തിൽ നിന്നും. വമിൻ ശർരി നഫ്ഫാസാതി ഫിൽ ഉഖദ്, കെട്ടുകളിൽ ഊതുന്നവരുടെ നാശത്തിൽ നിന്നും. വമിൻ ശർരി ഹാസിദിൻ ഇദാ ഹസദ്, അസൂയാലു അസൂയ വെക്കുമ്പോൾ ഉണ്ടാകുന്ന നാശത്തിൽ നിന്നും. ഈ കെട്ടുകളിൽ ഊതാന്ന് പറഞ്ഞാൽ എന്താ? അവിടെ ശരിക്ക് കെട്ടുകളിൽ ഊതുന്ന പെണ്ണുങ്ങൾ എന്നാണ് അതിന്റെ അർത്ഥം. ലബീദ് ഇബ്നുൽ അസ്വമിന്റെ പെൺകുട്ടികളാണ് ഈ സിഹർ ചെയ്തത്. ഒരു 11 കെട്ടിട്ടീനു. ആ കെട്ടാണ് പറയേണ്ടത്. ആ കെട്ടാ പറയേണ്ടത്. അപ്പൊ സീറോക്കിങ്ങൾ ഉറപ്പല്ലേ ആ സംഗതി ഉണ്ട് എന്നുള്ളത്. നബി തങ്ങൾക്ക് രോഗം ബാധിച്ചതുമാണ്. അതിന് പ്രതിവിധിയായിട്ട് ഇറക്കുകയാണ്. 5 ആയത്തിന് ഇറങ്ങിയപ്പോ 11 കെട്ടിൽ 5 കെട്ടണായിരുന്നു. പിന്നെ കുലാദുറ പിന്നെ ഇറങ്ങിയതിൽ 6 ആയത്ത്, ബാക്കിയുള്ള 6 കെട്ടുമായിരുന്നു. നബി തങ്ങളുടെ രോഗം മാറിയുന്നു. ഇതാണ് ഇതിന്റെ അടിസ്ഥാനം. അപ്പോ അത് യാഥാർത്ഥ്യമാണ്. അത് അങ്ങനെ ചെയ്യാം. അപ്പൊ ചിലർ എങ്ങനെയപ്പോ അങ്ങനെ ഉണ്ടാവും വെച്ചാൽ ഇപ്പോ അള്ളാഹു തആല രോഗാണുക്കളെ പഠിച്ചില്ല. രോഗാണുക്കളെ അള്ളാഹു പഠിച്ചല്ലോ. നമ്മളെ കണ്ണുകൊണ്ടാണെങ്കിൽ കാണാൻ കഴിയുന്നില്ല. എന്നാൽ അതൊരു യാഥാർത്ഥ്യമാണ്. ഡോക്ടർമാർ നമ്മളോട് പറയല്ലോ, എന്തിനാ നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ എല്ലാം കൈ കഴുകുന്നുണ്ട്. ഈ ബസ്സിലൊക്കെ നമ്മൾ കയറിയിട്ട് പിടിച്ചു പോയാൽ ചിലപ്പോൾ വൃത്തിയുടെ കാര്യത്തിനൊന്നും ശ്രദ്ധ ഇല്ലാത്തവരൊക്കെ ഉണ്ടാവും. ചിലപ്പോൾ കൈയൊന്നും ശരിക്കും കഴുകിയിട്ടുണ്ടാവില്ല ടോയ്ലറ്റ് പോയിൻ്റെ ശേഷം. അപ്പൊ അവര് പിടിച്ചാൽ എന്തായിരുന്നാലും ആ കമ്പിമ ധാരാളം രോഗാണുക്കൾ ഉണ്ടാവും. മൈക്രോസ്കോപ്പ് വെച്ച് നോക്കിയാലേ കാണുള്ളൂ. നമ്മളങ്ങനെ പിടിച്ച് നമ്മൾ കാര്യമായിട്ടൊന്നും അറിയില്ല. നമ്മളെ കയ്യുമാണ് കിളക്കണ പോതിട്ടുണ്ടാവും. നമ്മൾ ബസ് ഇറങ്ങി അങ്ങനെ വെറുതെ ആ ചെറിയ ചായക്കടിക്കണ നോക്കുമ്പോൾ ഗ്ലാസിന്റെ ഉള്ളിൽ ഇങ്ങനെ ഉണ്ടിയും പോണ്ടിയൊക്കെ പട കിടക്കണുണ്ടാകുമ്പോൾ നമുക്ക് തോന്നി ചെറിയ ചായം കടി കുടിക്കുക. ലഘു കടിയാത്തോണ്ട് പൊറാട്ടി ഇറച്ചിയൊന്നും എടുക്കാത്തോണ്ട് നമ്മൾ അറിയും കയ്യ കണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. അങ്ങനെ നേരെ പോയിക്കാണ്ട് നമ്മൾ ഉണ്ടാകും. അല്ലെങ്കിൽ ഭയങ്കര ഈ അണുക്കൾ അത് വൈകി വരികയാണ് നമ്മളെ ശരീരത്തിൽ. ഇതൊരു യാഥാർത്ഥ്യമുള്ള. പാമ്പിനെന്തിനാണ് അള്ളാഹു വിഷം കൊടുത്തത്? റബ്ബ് പഠിച്ചൊരു ജീവിയാണ്, എന്തിനാ വിഷം കൊടുത്തിറങ്ങാറാക്കും? ചിലത് എന്താ ഉഗ്ര വിഷല്ലേ, കടിച്ചു കഴിഞ്ഞാൽ നമ്മൾ അഡ്രസ്സ് പോയില്ലേ എന്നതുപോലെ പഠിച്ചോ അങ്ങനെയും സംവിധാനിച്ചിട്ടുണ്ട്. ഇതൊരു യാഥാർത്ഥ്യമാണ്. മുത്തുനബിക്ക് വരെ തട്ടി എന്നുള്ളതാണ്. അപ്പൊ അങ്ങനെ ഒന്നുണ്ട്. ഗൂഢോത്രം കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിനായിട്ട് ഇരിക്കുന്നവരും ഉണ്ട്. എന്നാ എല്ലാം നമ്മൾ അങ്ങനെ ആക്കണ്ട. എല്ലാം അങ്ങനെ ആക്കിയിട്ടാണ് നമുക്ക് ഇത് എന്ത് സംശയം വരണ്ടേ. ഞാൻ കഴിഞ്ഞ വെള്ളിയാഴ്ച ജുമാന്റെ മുമ്പ് ഇത് പ്രസംഗിച്ചു കേട്ടോ. ജുമാന്റെ മുമ്പ് ഇത് പ്രസംഗിച്ചു. എല്ലാം ഷെയറാക്കരുത്, അങ്ങനെ ആകുമ്പോഴാണ് ഈ പരക്കം വാച്ചിലും അങ്ങനെയാണ് ഈ പല അബദ്ധത്തിനും ചാടുന്നത്, കുറെ തെറ്റിദ്ധാരണയാണ് എന്ന് പറഞ്ഞിട്ട് ഞാൻ എല്ലാം പ്രസംഗിച്ചു കഴിഞ്ഞ വെള്ളിയാഴ്ച. അങ്ങനെ നിങ്ങളോട് പറയുകയാണെങ്കിൽ പ്രസംഗമൊക്കെ കഴിഞ്ഞ് ഞാൻ ഖുതുബ തുടങ്ങിയപ്പോൾ ഒന്ന് ചുമച്ചു നന്നായിട്ട് എല്ലാം ചുമച്ചു.
നിസ്കാരത്തിലും ചുമച്ചു. ചുമ നന്നായിട്ട് വന്നു, ഉണ്ടാവില്ല, കണക്കായിട്ട് നിസ്കാരത്തിലും ഖുതുബയിലും വന്നു. ഖുതുബ നിസ്കാരമൊക്കെ കഴിഞ്ഞോടെ എൻ്റെ റൂമൊക്കെ ഒരാൾ വന്നിട്ട് പറഞ്ഞു, അല്ല ഉസ്താദേ, നിങ്ങൾക്ക് ആരെങ്കിലും ചെയ്തുകൊണ്ടോ ഓരോ സംശയം? കാരണം ഞാൻ അതാണ് ആദ്യം പറഞ്ഞത്. ഇന്റെ കൊരയിമക്ക് തട്ടിച്ചിട്ട് ഒരാൾ കാര്യത്തിൽ വന്നു പറയാതെ മാസ്കുന്നല്ലേ, അത് നോക്കണം. അത് ഇത്ര കണക്കായിട്ട് വരക്കാൻ ഇതാണ് ആൾക്കാരവസ്ഥ. എല്ലാ ജീവകളും തട്ടിച്ചു. ഞാൻ പയ്യോട് കൂടിയാലോ? ശരിയാണ്, ഈ പള്ളിയിൽ നിന്ന് ഒഴിവാക്കാൻ ആരെങ്കിലും പണിയെടുത്തോ? കണക്കായി കുത്തുവന്റെ അമ്മയത്തിന് ചുമ. അങ്ങനെ ചിന്തിച്ചാൽ ഞാൻ ഒരാളുടെ അടുത്ത് പോയി നോക്കുകയാണ്, അയാൾ കണക്ക് നോക്കിയാണ്ട് പറഞ്ഞത്, നിങ്ങൾ കരുതിയെടുത്തൊന്നും അല്ലട്ടോ പൈസ, നിങ്ങളെല്ലാം ശ്രദ്ധിക്കണം, നിങ്ങൾക്ക് പ്രത്യേകിച്ച് ഉണ്ടാവുന്നൊക്കെ പറഞ്ഞാൽ ഇയാളെക്കോ നമ്മൾ കുറെ ക്ലാസ് ഒക്കെ എടുക്കണം, അങ്ങനെ തോന്നുകയാണേ. ഒന്നും ഉണ്ടാവില്ല, നീരിറങ്ങിയ കാരണം. അപ്പൊ ഞാൻ പറയുന്നത് അറിയോ, ആളുകൾ ഇവ തന്നെ ഇല്ല എന്ന് പറയാൻ പറ്റൂല, ചില കാര്യങ്ങൾ ഉണ്ടാവും. കാരണം അത് ആദ്യമൊക്കെ ആഫ്രിക്കയിലേനത് വല്ലാതെ, ഇപ്പൊ നമ്മളെ നാട്ടിൽ വല്ലാതെ കൂടി ഇതിനായിട്ട് നടക്കുക. നമ്മളെ മലപ്പുറത്തുനിന്ന് പൂക്കോട്ടേക്കാണ് പോകേണ്ടടുത്ത് നമ്മളൊരു ക്ലാസ്സിന് ആലത്തൂർപടി ക്ലാസ്സിന് വരേണ്ടവന് ഈ കോൺക്രീറ്റിന്റെ ജനവാതിലിന് ഇതിൻ്റെ ഒക്കെ പരിപാടി. അപ്പോൾ ഒരു ബംഗാളികളാണ് പഠിക്കുക. അപ്പോൾ ഓല് താമസിക്കേണ്ട അതിൻ്റെ നേരെ എതിർഭാഗത്തുള്ള കെട്ടിടത്തിലാണ്. അപ്പോൾ ഇവർക്ക് ഈ ഫോൺ ചെയ്യാറുണ്ട് അങ്ങനെ ചെയ്യല്ലോ നട്ടവാതിലേക്കും വരും ബംഗാളിയാണ്. അപ്പോൾ അതിൽപ്പെട്ട ഒരുത്തൻ ഈ സിറ്റ് ഔട്ടിൽ പിന്നെ റോഡ് സൈഡിൽ അതിൻ്റെ ആ കെട്ടിടത്തിൻ്റെ വരാന്തിയിൽ ഇരുന്നാണ് ഫോൺ ചെയ്യാണ്, ലൈറ്റൊന്നും ഇല്ലാതെ അങ്ങനെ. അപ്പൊ അയാൾ കാണാണ് ഈ സ്ഥാപനത്തിന്റെ മുന്നിൽ ഒരാൾ മോട്ടോർ സൈക്കിളിൽ നിന്ന് വന്നിറങ്ങിക്കാണ്ട് അവിടെ കുജിത്തിക്കാണ്ട് എന്തോ കുഴിച്ചിട്ടുണ്ട്. 1:30 മണിയാണ് അപ്പൊ നേരം. അയാൾ മുതലാളി കുളിച്ചു. ഓനോട് പറയാം, ഓൻ ക്ലാസ്സിൽ വരണ്ടാണ്. മൂപ്പര് എന്നോട് പറയാം, അപ്പോൾ തൊഴിലാളി വിളിച്ചു പറഞ്ഞു, നമ്മളെ ഇതിന്റെ മുന്നിൽ ഒരാൾ എന്തോ കുഴിച്ചിട്ടുണ്ട്. ഇയാളെ നമ്മൾ 1:30 മണിയാണ് അവിടെ കുഴിച്ചിട്ടോട്ടെ, രാവിലെ നോക്കി വന്നു. രാവിലെ വന്ന് നോക്കുമ്പോൾ 4 കുപ്പി. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, ആ സഹോദരൻ അതിന്റെ നേരം അവന്റെ പെരിയിൽ ഒരു വാഴ ഒഴിച്ചിട്ടാല്, അല്ല കുറച്ച് വളക്കെട്ടെടുത്താലും വെട്ടി വെക്കാം. അപ്പൊ ഇതിനല്ല കച്ചവടമാണ്, അതിലുള്ള അസ്വസ്ഥതയാണ്. ഒന്നുകിൽ ആ അസ്വസ്ഥത നേരെ അല്ലെങ്കിൽ ആരെങ്കിലും ഏൽപ്പിച്ചു. എത്ര ഇറങ്ങാറാകാം. രാത്രി 1:30 വന്ന് അതിന്റെ ഇടയിൽ ഓൻ ശ്രദ്ധിക്കുന്നുണ്ട്, ആരെങ്കിലും വരുമ്പോ വണ്ടി ഇടക്കിടക്ക് അങ്ങോട്ട് ഇങ്ങോട്ടും പോകല്ലേ. ഞാൻ ലൈവന്റെ വക്കത്താണിത്. എത്ര ഇറങ്ങാറാണോ ഇത്. ഇങ്ങനെ ധാരാളം ആളുകൾ ഇവിടെ തന്നെ മലപ്പുറത്ത് ക്ലാസ്സിന് തന്നെ. ഇതൊക്കെ ഞാൻ എന്തിനാ പറയേണ്ട അറിയങ്ങൾ, ഇങ്ങനെയൊക്കെ ഉണ്ട് സംഭവം. ഇനി അതിന് രക്ഷപ്പെടാനുള്ള മാർഗം കൂടി പറഞ്ഞുതരാം. നമ്മൾ പിന്നെ ബേജാറായിട്ടൊന്നും കാര്യമില്ല. അത് ഹദീസിലൊക്കെ വന്ന് നമ്മൾ ചെയ്യാ. പിന്നെ ബുള്ളറ്റ് പ്രൂഫൊക്കെ ഉണ്ടല്ലോ പ്രധാനമന്ത്രിക്കൊക്കെ, ഒരു വിധമൊക്കെ തടി പേരും വരെ വന്നാലും അതുകൊണ്ട് കാര്യമാവില്ല. ഒന്നായിട്ട് കുലുങ്ങിക്കാണ്ട് പോവുകയാണെങ്കിൽ, അല്ലെങ്കിൽ എന്നതുപോലെ തന്നെ നമുക്കൊരു വിധം പരിധിയിലൊക്കെ നമുക്ക് എന്ത് ചെയ്യാം. കാര്യം നമ്മൾ വെറുതെ ബേജാറായിട്ടൊന്നും കാര്യമില്ല. അസൂയക്കാർ ഓരോ പണി അങ്ങനെ എടുത്തുകൊണ്ട് ഒരു പണിക്കരെടുത്ത് എല്ലാ പെണ്ണുങ്ങളൊക്കെ പോകുന്നുണ്ടെന്നപ്പോൾ എൻ്റെ ഒരു സുഹൃത്ത് നമ്മളോട് പറയാം, ക്ലാസ്സിന് വരേണ്ട ആളാണ്, അയാളെ ഒരാളൊപ്പം ഒന്ന് പോയി എന്താ അവിടെ നടക്കേണ്ട അറിയണ്ട. അപ്പൊ ഇവരെ മുന്നിൽ ഒരു പെണ്ണ് പോകുന്നുണ്ട്. ആ പെണ്ണ് പോയിക്കാണ്ട് ചെന്നപ്പോ തന്നെ ഈ പണിക്കരെ ചോദിച്ചു, എന്തേ പോകുന്ന ചോദിച്ചോ. അതിൽ ഈ താത്ത പറയണത്, താത്ത പരിസരം മറന്ന് പറയണതാണ്, എൻ്റെ അയലോക്കത്ത് ഒരു ചെറുക്കനെന്നാ പറഞ്ഞതാണ്, ചെറുപ്പക്കാരനെ. ഓൻ ഗൾഫിൽ പോയിക്കണു, ഓൻ അവിടെ നല്ല പണിയാണ്, നല്ല ശമ്പളമൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പൊ ഈ പണിക്കർ അപ്പൊ തന്നെ ചോദിച്ചോ പോലോ, ഓന്റെ പണിയൊക്കെ നഷ്ടപ്പെട്ടു, ഓൻ തൊലഞ്ഞിങ്ങോട്ട് പോരണല്ലേ ചോദിച്ചോ പോലോ. അതിനാ പോയിക്കണ്ടേ. അങ്ങനെ തന്നെ നേരെ വേറൊരു സംഗതിയില്ല. അതെന്തോ ഒരു തകിടൊക്കെ ഇതായിക്കാണ്ട് കൊടുത്തു, 100 രൂപയും കൊടുത്തു, താത്ത പോന്നു. മറ്റയാളെ പണി പോയോ എന്താ അറിയില്ല. ഇവര് അറിയാൻ പോയതാണോ, ഇവര് വെറുതെ ഒരു കാര്യം പറഞ്ഞു, അതിന് ഇയാൾ കുറെ ചികിത്സ നൊണറിനാണ്. നോക്കണങ്ങള് പറഞ്ഞിട്ട് കണ്ട് പോവുകയാണ്. എന്തിനാ പോണ്ടേ? അയലോകത്തുള്ള ഒരാൾക്ക് ഗൾഫിൽ നല്ല പണിയും ശമ്പളമുണ്ട്, അവിടെ നിർത്തി പറഞ്ഞു കാണും. തല്ലകൂലിൽ ജവീ എന്നാണല്ലോ ഇബ്രാഹിം നബിന്റെ കഥയിൽ എന്നമാർക്ക് അവിടെ നിർത്തി. ബാക്കി മൂപ്പർ ഇങ്ങോട്ട് പറഞ്ഞു കൊടുക്കുകയാണ്, അവന്റെ പണിയാണ് പൊളിഞ്ഞുകാണ്ട് ഓണ് പോരണല്ലേ. എന്നെ വേറെ നല്ല നല്ല ഇതാണ് ഇന്നത്തെ ലോകം. അപ്പൊ നമ്മള് മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാല്, അതുകൊണ്ടാണ് കള്ളന്മാര് നല്ലോണം വാഴുന്നത്. ഒരു ചികിത്സ അറിയാത്ത കുറെ ആൾക്കാർ ഇപ്പൊ ചികിത്സക്ക് ഇരിക്കണം. എത്തിരിക്കണോ എന്തിരിക്കണോ, ഇവൾക്ക് ഒരു പുണ്യം വേണ്ടേ, അതിനെ പറ്റി അറിയണ്ടേ. ഇങ്ങോട്ട് വന്നവർക്ക് ഓരോന്ന് കുറിച്ച് കൊടുക്കുക, ഇവല്ല അയിമ ഇങ്ങനെ കെട്ടി മറിഞ്ഞിറങ്ങാറാകുക. അതുകൊണ്ട് ശരിയായില്ല, നിങ്ങളെടുത്ത് വന്നു അതുകൊണ്ട് ശരിയായില്ല കേട്ടോ, റബ്ബിന്റെ വിധി അങ്ങനെ ഇക്കാരം. നമുക്ക് പൈസ കിട്ടിയല്ലോ,
ഓലെ അയിമ വിട്ടു. റബ്ബിന്റെ വിധി അങ്ങനെ പറഞ്ഞാൽ പിന്നെ അങ്ങനെയുള്ളപ്പോൾ തെരഞ്ഞെടുപ്പിൽ തോറ്റാൽ ഭയങ്കര ആൾക്കാർ പ്രശ്നം ഉണ്ടാക്കിയപ്പോൾ നേതാവ് പറഞ്ഞില്ലേ അള്ളാന്റെ ഖള അങ്ങനെയാണ്. പിന്നെ പത്താ മുസ്ലിം ആകുമ്പോൾ അങ്ങനെയുള്ള മാർക്സിസ്റ്റ് പാർട്ടിക്ക് അങ്ങനെ പറയാൻ പറ്റില്ല, ലീഗിന് അങ്ങനെ പറയാം. റബ്ബിന്റെ ഖള അങ്ങനെയാണെന്ന് പറഞ്ഞാൽ എന്ന് പറഞ്ഞായിരിക്കും ഇവരും പറയണം അപ്പം ഇത് റബ്ബിന്റെ ഖളാണ്. പിന്നെന്താ ഇതിന് പറയാ? അപ്പൊ ഒന്നും അറിയാത്ത കുറെ ആൾക്കാർ ഇതിനിരിക്കുന്നുണ്ട്. ഒന്നും അറിയാത്ത വെറുതെ പറ്റില്ല, അറിഞ്ഞ മാർക്കൊക്കെ നടിക്കുക. നമ്മൾ എല്ലായിടത്തും ഓടണ്ട. എന്ത് ചെയ്താൽ മതി അറിയാം? ഒന്ന് ഒരു പരിധി വരെ ഇതിനെ ബ്ലോക്കാക്കാൻ പറ്റുന്ന ഒരു സംഗതി വുളു ആണ്. നമുക്ക് വളരെ സിമ്പിൾ കാര്യമാണ്. ദായിമാകുക, വുളു ദായിമാക്കുക എന്നുള്ളതാണ്. അപ്പൊ ഒരു വലിയ സുന്നത്തുമാണ്, ഷഹീദിന്റെ കൂലി കിട്ടാൻ കാരണമാണ്. വുളുവിനെ ദായിമാക്കുക. അതുപോലെ ആയത്തിൽ കുറിച്ച് ഈ ഫലക്ക് നാസ് അതിനോട് നല്ല ബന്ധം ഉണ്ടാകുക. രാവിലെ വൈകുന്നേരമൊക്കെ ചെല്ലുക. പിന്നെ നമ്മളെ നിത്യജീവിതത്തിൽ കുറേ ദിക്റുകൾ തന്നെ ഇതിനെ തടയുന്നതാണ്. അത് വലിയ കവചാണ്, ഒരു അമാനാണത്, കാവരാളാണ്. നമ്മുടെ നിത്യജീവിതത്തിൽ ഒരുപാട് ദിക്റുകൾ വരുമല്ലോ, ഒരുപാട് ദിക്റുകൾ. ഇപ്പൊ ഒന്നും വേണ്ട, നമ്മൾ വെള്ളം കുടിക്കലും ഭക്ഷണം കഴിക്കലും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എപ്പോഴും വരണ്ടല്ലേ. ബിസ്മിയും ഹംദുണ്ടായാൽ തന്നെ ഒരുവിധം കാര്യങ്ങളൊക്കെ അവിടെ ആണ്. അങ്ങനെ ഓരോ കാര്യങ്ങളും നമുക്ക് എപ്പോഴും അല്ലാഹ് എന്നുള്ള ഒരു ചിന്ത, ആ ഒരു രീതിയിലാവുമ്പോൾ ഒരു പരിധി വരെ അത്തരത്തിലുള്ള ഷർറുകൾ എന്ത് ചെയ്യും, വലിയ ഏറി ചിലപ്പോൾ അതിൽ അധികം ആൾക്കാരും കൂടും. വലിയവർക്കൊക്കെ വന്നിട്ടുണ്ട്. മുത്തുനബിക്ക് വരെ ചെറിയൊരു രോഗം ബാധിച്ചു പറഞ്ഞാല് അങ്ങനെയാണ് അതിന്റെ സ്വഭാവം. അപ്പൊ നമ്മൾ അതിനൊക്കെ കണ്ടറിഞ്ഞ് നീങ്ങുക എന്നുള്ളതാണ്. അസൂയാലുക്കളാണ് അതിന്റെ പിന്നിൽ എന്നുള്ളതുകൊണ്ടാണ് ഖുർആനില് അസൂയാലുണ്ട് എന്നുള്ളതുകൊണ്ട് നമുക്ക് കുഴപ്പമില്ല. വമിൻ ശർരി ഹാസിദിൻ എന്ന് പറഞ്ഞ് നിർത്തിയില്ല, ഇതാ ഹസദ്. അസൂയ വെച്ചാലേ നമുക്ക് പ്രശ്നം. മുത്തുനബിയോടുള്ള കടുത്ത അസൂയാണ്. സിഹ്ർ ചെയ്തിട്ട് എന്തേലും ചെയ്യാ വധിക്കാൻ കഴിയുമെന്ന് നോക്കുക ഒരു തീരുമാനം. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, മനുഷ്യന് പണം ഉണ്ടാക്കാൻ ഏത് വഴിയും സ്വീകരിക്കും. ഒരു കൂട്ടർ അങ്ങനെ ഉണ്ടാക്കാം. പിന്നെ ഉള്ളിൻ്റെ ഉള്ളിൽ ഇവിടെ ഇരട്ടിപ്പിക്കൽ, സ്വർണം അങ്ങനെ ഇരട്ടിപ്പിക്കാൻ കഴിയുന്നുള്ളൊക്കെ ധാരണ വന്നുകൊണ്ട് അതാണുള്ള അവസാനം മരണത്തിൽ കലാശിച്ചത്. എല്ലാം നഷ്ടപ്പെടുന്നൊരവസ്ഥ. ഈ മരണത്തിലൊന്നും കലാശിക്കാതെ എത്രയോ ആളുകൾ ഇങ്ങനെ പോയോലുണ്ട്. അല്ലെങ്കിൽ തന്നെ തട്ടിപ്പിന്റെ കാലാണ്, ഭയങ്കര തട്ടിപ്പിന്റെ കാലാണ്. ഇതൊക്കെ നമ്മൾ ചിന്തിക്കേണ്ടതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളെ തൊട്ടും അല്ലാഹു നമ്മളെ കാക്കുമാറാവട്ടെ. ഏതായിരുന്നാലും പറഞ്ഞു വരുന്നത്, ഉണ്ടെങ്കിൽ നമുക്ക് അതിനനുസരിച്ച് ചെലവാക്കലും കാര്യങ്ങളും വരുമ്പോൾ രക്ഷപ്പെടും, ഇല്ലെങ്കിൽ അതിനനുസരിച്ചുള്ള സബർ വേണം. അപ്പൊ വേറെയുള്ള കുറെ കാര്യങ്ങൾ പറഞ്ഞു. അതിനാണ് ഒരൊറ്റ ദിക്റിന് തന്നെ 10,000 ദിർഹം ചെലവഴിച്ചാൽ കിട്ടാത്തത് ഒരൊറ്റ സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ. എന്തിനാ പേടിക്കണം? എന്തിനാ നമ്മൾ പേടിക്കണം? ഇപ്പൊ നമ്മളിങ്ങനെ കാണാം, ഒരാളെ ഒരു പള്ളി സ്വന്തം എടുത്തു കൊടുത്ത് ഭയങ്കര പുണ്യകാരം അല്ലാഹു തആല കൊടുക്കും. അത് ഫളലുല്ലാഹി യൂതിഹി മൻ യശാ. എന്നാ ഇപ്പൊ അങ്ങനെ ഒരു പള്ളി എടുക്കാനാണ് ചെലവാക്കാൻ കഴിയൂല, ഈ ദിക്ർ ചൊല്ലിയാൽ മതി, വേറെ നിലക്ക് പഠിച്ചാൽ കൊടുക്കും. അപ്പൊ ആരും റബ്ബ് എന്ത് ചെയ്യൂല, മോശക്കാരാക്കൂല എന്നൊരു സന്ദേശം ഈ ആയത്തിലൂടെ അല്ലാഹു തആല നൽകുകയാണ്. ഇനി ഇൻഷാ അല്ലാഹ് ഇതിന്റെ ബാക്കി നമുക്ക് സന്ദർഭം പോലെ വിശദീകരിക്കാം. അപ്പോ പിന്നെ എന്നിട്ട് പറയാണ് മാലയിക്ക, അതായത് ആ വന്ന കൂട്ടരുണ്ടല്ലോ, ഞങ്ങള് ഇസ്ലാം സ്വീകരിക്കണമെങ്കിൽ ഇവരങ്ങോട്ട് മാറ്റണം എന്നൊക്കെ പറഞ്ഞല്ലോ. അപ്പൊ അതിന് അല്ലാഹു തആല നബിയോട് പറയാണ്, മാലയിക മിൻ ഹിസാബിഹിം മിൻ ശൈഅ വമാ മിൻ ഹിസാബിക അലൈഹിം മിൻ ശൈഅ. അവരുടെ കണക്ക് നോക്കേണ്ട ചുമതല താങ്കൾക്കുമില്ല, താങ്കളുടേത് നോക്കേണ്ടത് അവർക്കുമില്ല. പിന്നെന്തിനാ ബേജാറാവണോ? അതിനർത്ഥം എന്താ അറിയങ്ങള്, നമ്മളിപ്പോ നല്ലക്ക് പറഞ്ഞു കൊടുത്തിട്ട് വരുന്നില്ലെങ്കിൽ പിന്നെ അവിടെ നമ്മൾ ബേജാറാവേണ്ട ആവശ്യമില്ല. പിന്നെ ഓല് വരാന് നന്നാകാനെന്ന് പറഞ്ഞിട്ട് ഇപ്പുറത്ത് നമ്മൾ വേറെ ചില മാർഗങ്ങൾ സ്വീകരിക്കണോ? വേണ്ട. അതന്നെയാണ് അബസ സൂറത്തിലും പറയുന്നത്. അബ്ദുല്ലാഹിബ്നു മക്തൂം റളിയല്ലാഹു അൻഹു വന്നിട്ട് നബിയെ എനിക്ക് എന്തെങ്കിലും ഒന്ന് പറഞ്ഞു തരൂ എന്ന് പറയുമ്പോ 3 വട്ടം ചോദിച്ചപ്പോൾ നബി ഉത്തരം കൊടുത്തില്ല. കാരണം എന്താ? നബിന്റെ അടുത്ത് ഈ പറയപ്പെട്ട ആൾക്കാരുണ്ട്. ഓലെന്താ പറയുന്നത്? പാവപ്പെട്ടോലെ ഒഴിവാക്കിയാൽ ഞങ്ങൾ വരാന്നാണ്. അപ്പോഴാണ് പാവപ്പെട്ട കണ്ണാണാത്ത ആള് വന്നിട്ട് യാ റസൂലല്ലാഹ് അല്ലിംനി ബിമാ അല്ലമക്കല്ലാഹ്, നബിയെ അങ്ങേക്ക് അല്ലാഹു പഠിപ്പിച്ചു തന്നതിൽ നിന്ന് എന്തെങ്കിലും ഒന്ന് എനിക്കും പഠിപ്പിച്ചു തരൂ.
3 വട്ടം പറഞ്ഞു. അവ നബി തങ്ങൾക്കത് അരോചകമായി തോന്നി. മൂപ്പർക്ക് ഇപ്പൊ വരേണ്ടിയിരുന്നില്ല എന്നുള്ള ഒരു ചിന്ത നബിയുടെ മനസ്സിൽ വന്നു. മൂപ്പരേതായാലും കൂട്ടിലെ കോടിയല്ലേ, എപ്പോഴും പറഞ്ഞു കൊടുക്കാലോ എന്നാണ് നബി തങ്ങൾ ചിന്തിച്ചത്. പക്ഷെ അല്ലാഹ് പറഞ്ഞെന്താ, ശരിയായില്ല. ഒരന്ധനായ ആള് വന്നപ്പോ മുഹമ്മദ് നബി തങ്ങൾ മുഖം ചൊളിച്ചു. എന്നിട്ട് പറഞ്ഞു, വേണ്ട നബിയെ, അവര് എന്നിട്ട് വരണമെന്ന് അങ്ങനെ ഒന്നും ആഗ്രഹിക്കണ്ട, വേണമെങ്കിൽ വന്നാൽ മതി. ഒപ്പമുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുക, അതേ ഉപകാരപ്പെടുള്ളൂ, മറ്റേത് ഓൽക്ക് ദുരുദ്ദേശാണ്. നമുക്ക് ഇത്ര ആൾക്കാരുണ്ടാക്കണം, അത് നമ്മളിങ്ങോട്ട് പറഞ്ഞിട്ട് ഓല് കേട്ടില്ലെങ്കിൽ നമുക്ക് കുറ്റം കിട്ടുന്നില്ലല്ലോ. നമ്മളോട് പറഞ്ഞെങ്കിൽ പറഞ്ഞെടുത്തോളിയെന്നാ, അത് നമ്മൾ ശ്രദ്ധിക്കണം. വൽതകും മിൻകും ഉമ്മത്തുൻ യദ്ഊന ഇലൽ ഖൈരി യഅ്മുറൂന ബിൽ മഅറൂഫ് വയൻഹൗന അനിൽ മുൻകർ. അങ്ങനെയാണ് ഖുർആൻ പറഞ്ഞത്. നന്മ കൽപ്പിക്കുന്ന തിന്മ വിരോധിക്കുന്ന ഒരു കൂട്ടർ നിങ്ങളിൽ ഉണ്ടാകട്ടെ. എല്ലാവരും ഒരുപോലെ ആയാൽ പറ്റൂല. അങ്ങനെയുള്ളപ്പോൾ നമ്മളിപ്പോൾ ഇതിനൊക്കെ നേതൃത്വം നൽകുന്നവരും എല്ലാവരും ഒരുപോലെ കാര്യങ്ങൾ അറേഞ്ച്മെന്റ് ചെയ്യാനും അതിന്റെ മുന്നിൽ നിൽക്കാൻ കുറച്ച് ആൾക്കാരുണ്ടാവും. അവരെ പറ്റി ഖുർആൻ പ്രത്യേകം എടുത്തു പറയാണ് ആലു ഇമ്രാൻ സൂറത്തിൽ വൽതകും മിൻകും എന്നുള്ള ആയത്തിലൂടെ. ആദ്യ ഭാഗത്തന്നെ പറയുന്നുണ്ട് ആയത്. അപ്പൊ നമ്മള് ആ കടമ നിർവഹിക്കുക. പക്ഷെ അങ്ങനെ ആൾക്കാർ വന്നില്ലെങ്കിലോ, ഇപ്പൊ നമ്മൾ എന്താ ചെയ്യണം? ഇനി ഓല് വരാൻ വേണ്ടി ഉള്ളവരെ അവഗണിക്കുക കാര്യങ്ങളോ വേണോ? അതൊരിക്കലും വേണ്ട. അങ്ങനത്തെ ഹിക്കുമത്ത് വേണ്ട. വേറെ നിലക്കുള്ള ഹിക്കുമത്തൊക്കെ മതി. വീണ്ടും അല്ലാഹു പറയാണ്, വകദാലിക ഫതന്നാ ബഅദഹും ബിബഅദ് ലിയഖൂലൂ അഹാഉലാഇ മന്നല്ലാഹു അലൈഹിം മിൻ ബൈനിനാ അലൈസല്ലാഹു ബിഅഅലമ ബിശ്ശാകിരീൻ. വകദാലിക അപ്രകാരം അല്ലാഹു തആല പറയാണ്, വകദാലിക അപ്രകാരം ഫതന്നാ ബഅദഹും ബിബഅദ്, അവരിൽ നിന്ന് ചിലരെ കൊണ്ട് നാം പരീക്ഷിച്ചു. എന്തിനാണത്? ലിയഖൂലു, അവർ പറയുന്നതിന് വേണ്ടിയാണത്. അഹാഉലാഇ മന്നല്ലാഹു അലൈഹിം മിൻ ബൈനിനാ, ഞങ്ങളെ കൂട്ടത്തിൽ അല്ലാഹു ആ കൂട്ടക്കാർക്ക് അനുഗ്രഹം ചെയ്യുകയോ ഞങ്ങളെക്കാൾ. അലൈസല്ലാഹു ബിഅഅലമ ബിശ്ശാകിരീൻ, അല്ലാഹു തആല നന്ദി ചെയ്യുന്നവരെ പറ്റി ഏറ്റവും അറിയുന്നവനല്ലേ. അതായത് എന്താ അറിയോ, ഈ പ്രമാണിമാരായ ആളുകൾ പറയേണ്ടത് എന്താ അറിയോ, ഞങ്ങളെക്കാൾ ഇവർക്ക് സ്ഥാനം. അതെങ്ങനെ ഉണ്ടാവോ? ഒരു സത്യത്തിലേക്ക് വന്നിട്ടില്ല. സത്യത്തിൽ വരുമ്പോഴാണല്ലോ സത്യവിശ്വാസികൾക്കുള്ള അള്ളാന്റെ അടുത്ത് സ്ഥാനം. കാരണം ഖുർആൻ തന്നെ ഒരു ആയത്തിൽ പറയുന്നുണ്ടല്ലോ, വലഖദ് കറംനാ ബനീ ആദം, ആദം സന്തതികളെ നാം ബഹുമാനിച്ചിരിക്കുന്നു. അതിന്റെ തഫ്സീർ എന്താ? ബിൽ ഇൽമി വത്താഅ, ജ്ഞാനം കൊണ്ടും അതുപോലെ അള്ളാഹ്ക്ക് വഴിപ്പെടുന്നത് കൊണ്ടുമാണത്. അതായത് അള്ളാന്റെ ആദരവ് ആർക്കാണ്? ദീനിയായ ഇൽമും വേണം, അതിനനുസരിച്ചുള്ള ഇബാദത്തും കാര്യങ്ങളും വേണം, അള്ളാഹിനനുസരിച്ച് ജീവിക്കുന്ന ഒരവസ്ഥ വേണം. ഓൽക്കേ ആദരവുള്ളൂ. മൃഗങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് മനുഷ്യർക്ക് ആദരവൊക്കെ ഉണ്ട്. പക്ഷേ സവിശേഷ ബുദ്ധി അള്ളാഹു നൽകിയത് കാരണം അത് വെച്ച് നന്നാകണം. അതുകൊണ്ടാണ് പ്രത്യേകം അവിടെ അങ്ങനെ പറയാൻ കാരണം. എന്നിട്ട് ഇവര് പറയാണ്, ഈ ഞങ്ങളെക്കാൾ സ്ഥാനം ഈ പാവങ്ങൾക്കോ? അവിടെ പാവങ്ങളാണോ അല്ലേ എന്നുള്ളതല്ല. കാരണം പാവപ്പെട്ടതെല്ലാരും കഴിച്ചിലാകാന്നില്ലല്ലോ. ഈമാന് വേണം. അപ്പൊ ഈമാനാണ് മാനദണ്ഡം, തഖ്വയാണ് മാനദണ്ഡം. അതുകൊണ്ടാണല്ലോ ആലി ഇമ്രാനിൽ അല്ലാഹു തആല ആയത്തിൽ പറഞ്ഞല്ലോ, യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ ഹഖ്ക തുഖാതി, സത്യവിശ്വാസികളെ നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കേണ്ട മുറപ്രകാരം സൂക്ഷിക്കണം. അതിൽ സ്വഹാബത്ത് എല്ലാവരും കൂടി കരഞ്ഞു. അതിപ്പോ എങ്ങനെ കഴിയോ? മുറപ്രകാരം അള്ളാനെ സൂക്ഷിക്കേണ്ട മുറപ്രകാരം സൂക്ഷിക്കാൻ കഴിയൂല. ഒരിക്കലും നമ്മൾ എങ്ങനെ മെനക്കെട്ടാലും കഴിയൂല. അപ്പൊ സ്വഹാബത്ത് കരഞ്ഞു, ശ്രദ്ധിക്കുന്നവരൊക്കെ കരഞ്ഞു, നബിയെ ഇതൊരു തീരുമാനം കാണണം, നിങ്ങൾ നബിമാർക്ക് പ്രശ്നമില്ല, ഞങ്ങൾക്കിത് പ്രശ്നം തന്നെയാണ്. അള്ളാനെ സൂക്ഷിക്കേണ്ട മുറപ്രകാരം ഒരിക്കലും മനുഷ്യനെ കൊണ്ട് കഴിയൂല. അത്രക്കും നമ്മൾ കടപ്പെട്ടിട്ടുണ്ട് റബ്ബിനോട്. അപ്പൊ അല്ലാഹു തആല പറഞ്ഞു, തഖുല്ലാഹ മസ്തതഅതും, നിങ്ങൾ കഴിവിന്റെ പരമാവധി സൂക്ഷിച്ചോളി. ചെറിയൊരു അളവ് കിട്ടി. ഇത്തഖുല്ലാഹ ഹഖ്ക തുഖാതി എന്നുള്ളതിന് കഴിവിന്റെ പരമാവധി, മാക്സിമം നിങ്ങൾക്ക് എത്ര കഴിയും അത്രേ.
അപ്പൊ അതൊരു നല്ല റാഹത്തായ അവസ്ഥയായി. പക്ഷെ എന്താകരുത്, എന്നെ കൊണ്ട് പത്രേ കഴിയുള്ളൂ, അങ്ങനെ ആകരുത്. കഴിയാൻ ഞാൻ എന്താ ചെയ്യണോ കരുതൂല, തീരെ ശ്രദ്ധിക്കാതെ നിസ്കരിക്കൂല, എന്നോട് കൈയായിട്ടാണ് സുബൈക്ക് നീശണം നോക്കണ്ട, പക്ഷെ നീശാൻ കഴിയൂല, അങ്ങനെ പറയാം. അങ്ങനല്ല, ഒരാൾ മാക്സിമം അവന്റെ കഴിവും അവന്റെ ഇതും ഉപയോഗിച്ച് എത്ര ശ്രദ്ധിക്കാൻ കഴിയോ അത്ര ശ്രദ്ധിക്കണം തന്നെയാണ് എന്ത് ചെയ്യുന്നത് പറയുന്നത്. അവിടെയാണ് അല്ലാഹു തആല എന്ത് കൊടുക്കുന്നത്, ഒരാൾക്ക് സ്ഥാനം കൊടുക്കുന്നത്. അതിങ്ങനെ നമ്മളെ കർമ്മങ്ങൾ എന്ന് പറഞ്ഞാൽ എല്ലാ കാര്യത്തിലും ഇപ്പൊ നോക്കി നിങ്ങൾ ഫാത്തിഹ സൂറത്തില് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, അതിൽ റഹ്മാനിർ റഹീം, പിന്നെ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന് കഴിഞ്ഞാൽ പിന്നെ എന്താ വേണ്ടത്, അർ-റഹ്മാനിർ റഹീം. അതിന്റെ കാരണം ഇതിനവിടെ റഹ്മാൻ റഹീം പിന്നെ പറഞ്ഞത് ഇതിൽ ആവർത്തന വിരസത വരുന്നുണ്ടോ? ഇല്ല. അതിന്റെ കാരണം എന്താ, ആദം നബിനെ അല്ലാഹു തആല പഠിച്ചതിന്റെ ശേഷം ആദ്യമായിട്ട് ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം ഒന്ന് തുമ്മി, അങ്ങനെ അവസരം കൊടുത്തു. തുമ്മിയപ്പോൾ എൻ്റെ റാഹത്ത്. അപ്പോ ആദം നബിയോട് അല്ലാഹു പറഞ്ഞു, ഖുൽ അൽഹംദുലില്ലാഹ്, അൽഹംദുലില്ലാഹ് പറയുക. തുമ്മിയ അൽഹംദുലില്ലാഹ് പറയാന്നുള്ള സുന്നത്ത് ആദം നബിന്റെ അവിടുന്ന് തുടങ്ങിയതാണ്. അതിൽ ആദം നബി ആദ്യമായിട്ടുള്ളൊരു സംഭവമാണ് തുമ്മീന്റെ ശേഷം ചെയ്തു അൽഹംദുലില്ലാഹ്. അപ്പൊ അല്ലാഹു തആല മലക്കുകളോട് പറഞ്ഞു, ഖൂലു യർഹമുക്കല്ലാഹ്. ആദം നബി അൽഹംദുലില്ലാഹ് പറഞ്ഞുകൊണ്ട് നിങ്ങൾ യർഹമുക്കല്ലാഹ് പറഞ്ഞാൽ അപ്പൊ മലക്കാള് യർഹമുക്കല്ലാഹ്, അള്ളാന്റെ റഹ്മത്ത് അങ്ങേക്ക് ഉണ്ടാകട്ടെ. ഇത് വലിയൊരു സുന്നത്തായി. നമ്മളിതിലും അങ്ങനെ തന്നെ. ഒരിക്കൽ നബിയുടെ അരികെ വെച്ച് ഒരു സഹാബി തുമ്മിയാണ്ട് അൽഹംദുലില്ലാഹ്. അപ്പൊ നബി തങ്ങൾ പറഞ്ഞു യർഹമുക്കല്ലാഹ്, കൈസിലായി. അള്ളാഹ് എനിക്ക് റഹ്മത്ത് ചെയ്യട്ടെ എന്നുള്ള നബിന്റെ പ്രാർത്ഥന കിട്ടിയല്ലോ. അതിൽ വേറൊരു സഹാബി, മൂപ്പർക്ക് മസാല ശരിക്കും മുഴുവൻ അറിയില്ല, മൂപ്പരെന്ത് ചെയ്തു, നന്നായി ഒന്നാണ് തുമ്മി. എന്നിട്ട് ഇങ്ങനെ നോക്കി നബി പറയുമോ, നബി ഒന്നും പറഞ്ഞില്ല. അതിന് മൂപ്പർക്ക് ഭയങ്കര വിഷമമായി. അപ്പൊ മൂപ്പര് ചോദിച്ചു നബിയെ, അദ്ദേഹം തുമ്മിയപ്പോ നിങ്ങൾ അദ്ദേഹത്തിന് റഹ്മത്തിനെ ചോദിച്ചു, ഞാനും തുമ്മി, എനിക്ക് നിങ്ങൾ ഇതുവായിരുന്നില്ലല്ലോ. അത് നബി തങ്ങൾ പറഞ്ഞു, നിങ്ങൾ ഇതിന് അൽഹംദുലില്ലാഹ് പറഞ്ഞില്ലല്ലോ. അങ്ങനെ ഉണ്ടോ? അങ്ങനെ ഉണ്ട്, അൽഹംദുലില്ലാഹ് പറയണം, അപ്പോഴുള്ളൂ. അപ്പൊ അതിന്റെ ശേഷം എല്ലാവരും അത് ശ്രദ്ധിച്ചു. അപ്പൊ നോക്കി നിങ്ങൾ, അപ്പൊ ആദം നബി അൽഹംദുലില്ലാഹ് പറഞ്ഞ ഉടനെ മലക്കുകൾ യർഹമുക്കല്ലാഹ് പറഞ്ഞുകൊണ്ടാണ് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന് കഴിഞ്ഞ ഉടനെ വീണ്ടും അർ-റഹ്മാനിർ റഹീം എന്ത് ചെയ്ത്, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം വന്നതിന്റെ ശേഷം വീണ്ടും അർ-റഹ്മാനിർ റഹീം എന്ന് പഠിപ്പിക്കുക വഴി അയാളുടെ സുന്നത്തിലേക്ക് പ്രേരണ നൽകുകയാണ്. ഞാൻ പറയുന്നത്, ഒരാള് ഇവിടൊക്കെയാണ് ഇപ്പൊ അള്ളാഹു സ്ഥാനം കണക്കാക്കുക. നമ്മളെ കണക്കിനിപ്പോ അത്ര വലിയൊരു സംഭവം അത്ര വലിയ സംഭവം ഒന്നല്ല. ഒന്ന് തുമ്പിയ അൽഹംദുലില്ലാഹ് പറയാം. അങ്ങനെ ഓരോ ഘട്ടത്തിലും നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ ഇതൊക്കെയാണ്. ഇപ്പോൾ ഒരാളെ പറ്റി ഓന് നല്ല സൂക്ഷ്മത ഉള്ള ആളാണ്, അവനാളൊരു ഭക്തനാണ് എന്ന് പറയണമെങ്കിൽ അങ്ങനെയുള്ള നമ്മുടെ ആ നടപടിക്രമങ്ങൾ, നമ്മുടെ ജീവിതത്തിൽ വരുന്ന ഓരോരോ കാര്യങ്ങൾ, അതിനൊക്കെയാണ് നമ്മൾ അത്തരം കാര്യങ്ങൾ എന്ത് ചെയ്യുക, മനസ്സിലാക്കുക. അപ്പൊ ഇവരെ പറ്റി അല്ലാഹു തആല പറയാണ്, എന്ത് ചിലരെ കൊണ്ട് പരീക്ഷിക്കും, എന്നിട്ട് ഓല് പറയും. അങ്ങനെ കുറച്ച് ആൾക്കാർ പറയണം, അപ്പോഴല്ലേ ഓലെ സ്വഭാവം, തനി സ്വഭാവം കാണിക്കൊള്ളു. ഞങ്ങളെക്കാൾ ഇവർക്ക് അല്ലാഹു തആല ഞങ്ങളുടെ അടിയിൽ സ്ഥാനം കൊടുക്കും. നബിക്ക് സ്ഥാനം കൊടുത്തില്ല വരെ ഓൽക്ക് പരാതിയാണ്, അയാൾക്കല്ലല്ലോ പോയി കിട്ടേണ്ടത്, ഞമ്മക്കല്ലേ എന്ന് അബൂജഹലും വലീദും ഒക്കെ ചിന്തിച്ച സമയമുണ്ടായി. ഏതായിരുന്നാലും നോക്കൂ, അല്ലാഹ് പറയാണ്, അലൈസല്ലാഹു ബിഅഅലമ ബിശ്ശാകിരീൻ, നന്ദി ചെയ്യുന്നവരെ പറ്റി അല്ലാഹു ഏറ്റവും അറിയുന്നവനല്ലേ. അപ്പൊ എന്താ അറിയോ, ആരാണ് അള്ളാഹ്ക്ക് ശരിക്ക് ശുക്ർ ചെയ്യുന്നത്? ഇത് അള്ളാഹ്ക്കറിയാം. ഇവർ ഈ പ്രമാണിമാര് സത്യത്തിലേക്ക് വരാതെ ഈ വിടായൊട്ടിക്കണ്ട്. അല്ലാഹു തആല ഓൽക്ക് അതിന് മാത്രം സൗകര്യങ്ങളും കാര്യങ്ങളൊക്കെ കൊടുത്തിന് ഓല അള്ളാഹ്ക്ക് നന്ദി ചെയ്യണ്ടേ, ആദ്യം അള്ളാഹു വിശ്വസിക്കണ്ടേ. അതില്ലാതെയാണ് ഒരു പഠിച്ചവന് ക്ലാസ് എടുക്കാൻ നിൽക്കുന്നത്. അതുകൊണ്ട് അവരെ പറ്റി പറയാൻ. എന്നിട്ട് വീണ്ടും പറയുന്നു, വഇദാ ജാഅകല്ലദീന യുഅ്മിനൂന ബിആയാതിനാ ഫഖുൽ സലാമുൻ അലൈക്കും കതബ റബ്ബുക്കും അലാ നഫ്സിഹിർ റഹ്മ അന്നഹു മൻ അമില മിൻകും സൂഅൻ ബിജഹാല ثم تاب من بعده وأصلح فأنه غفور رحيم.
വഇദാ ജാഅകല്ലദീന യുഅ്മിനൂന ഈമാനുള്ള ആളുകൾ നബിയെ അങ്ങയുടെ സവിധത്തിൽ വന്നാൽ ബി ആയാതിനാ നമ്മുടെ ആയത്തുകളെ കൊണ്ട് വിശ്വസിച്ചുകൊണ്ട് ഒരു കൂട്ടർ അങ്ങയുടെ അരികിൽ വന്നാൽ ഫഖുൽ അങ്ങ് അവരോട് പറഞ്ഞോളൂ സലാമുൻ അലൈക്കും നിങ്ങളെ മേലിൽ സമാധാനം വർഷിക്കട്ടെ. നമ്മുടെ ആയത്തുകളിൽ വിശ്വസിച്ച് അങ്ങയുടെ അരികെ വരുന്നവർക്ക് അങ്ങ് സലാം പറഞ്ഞോളൂ, അവരോട് സലാം പറഞ്ഞു. അവർക്ക് വേണ്ടി സമാധാനത്തിന് വേണ്ടി ദുആർന്നു. കതബ റബ്ബുക്കും അലാ നഫ്സിഹിർ റഹ്മ അല്ലാഹു തന്റെ മേലിൽ റഹ്മത്തിനെ അല്ലാഹു കണക്കാക്കിയിട്ടുണ്ട്. റഹ്മത്ത് അത് അല്ലാഹു സുബ്ഹാനഹു വ തആല എന്ത് ചെയ്യും? നൽകും. ഈ റഹ്മത്തിൽ വലിയ റഹ്മത്ത് ഏതാ അറിയങ്ങള്? നമ്മളെ പാപങ്ങളൊക്കെ അല്ലാഹു തആല പുറത്തു തരിക എന്നുള്ളതാണ് ഏറ്റവും വലിയ റഹ്മത്ത്. അതുകൊണ്ടാണ് പിന്നെ തെറ്റ് പറഞ്ഞെടുത്ത് എന്ത് പറഞ്ഞത്? വലാ തഖ്നതു മിർ റഹ്മത്തില്ലാഹ് അല്ലാഹുവിന്റെ റഹ്മത്തിൽ ഒരിക്കലും അവർ നിരാശപ്പെടരുത് എന്ന് നബിയെ അവരോടങ്ങ് പറഞ്ഞോളൂ എന്ന് ഖുർആൻ പറയുന്നുണ്ടല്ലോ. വലിയ റഹ്മത്ത് അതാണ്. തെറ്റുകൾ തിരുത്തിയിട്ട് തൗബ ചെയ്തിട്ട് റബ്ബിന്റെ മാർഗത്തിലേക്ക് നമുക്ക് വരാനുള്ള അവസരം അല്ലാഹു നൽകിയാൽ, അതല്ലാതെ ഏതായാലും കുറെ തെറ്റ് ചെയ്തു ഇനി ഏതായാലും ഇങ്ങനെ പോകട്ടെ, അങ്ങനെ ഒരിക്കലും നമ്മൾ ചിന്തിക്കാൻ പാടില്ല. എത്ര ഗുരുതരമായ പ്രശ്നങ്ങൾ വന്നതാണെങ്കിലും നമ്മൾ അങ്ങനെ കരുതാൻ പാടില്ല. പിന്നെ അള്ളാഹു പൊറുക്കുന്നവനാണ്, അള്ളാഹു പിന്നെ ഇടങ്ങാറാക്കേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. അങ്ങനെ നല്ലൊരു ചിന്ത മൈൻഡ് ചെയ്യേണ്ടെന്നല്ല, എല്ലാത്തിനെയും പരിഗണിക്കണം. നമുക്ക് നല്ല ആശങ്ക വേണം, എന്നാൽ നമുക്ക് നല്ല ഒരു പ്രതീക്ഷയും കൂടി വേണം. കാരണം എന്താ? ഇവിടെ അള്ളാഹു പറയുന്നത് എന്താണത്? അന്നഹു മൻ അമില മിൻകും സൂആ നിങ്ങളെ കൂട്ടത്തിൽ തെറ്റായ ഒരു പ്രവർത്തനം ഒരാൾ ചെയ്തു, ബിജഹാലത്തിന് വിവരമില്ലാതെ തെറ്റ് ചെയ്തു, സുമ്മത്താവ പിന്നീട് മിമ്പഴബി അതിനുശേഷം അനന്തരം അവൻ അല്ലാഹുവോട് പശ്ചാത്തപിച്ചു കഴിഞ്ഞാൽ വ അസ്ലഹ എന്നിട്ട് നന്മ ചെയ്യുകയും ചെയ്താൽ അല്ലാഹു പറയാണ് ഫഇന്നഹു ഗഫൂറുർ റഹീം. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ ഗഫൂറാണ്, അതുപോലെ റഹീമുമാണ്. ഈ ആയത്തിന്റെ അവതരിക്കാൻ ഒരു കാരണം ഈ ആയത്ത് എന്താ പറയാ? ഒരു വിഭാഗം ആളുകൾ നബിയുടെ അരികെ വന്നു, ഒരു വിഭാഗം ആളുകൾ നബിയുടെ അരികെ വന്നു, ഒരു സംഘം ആളുകൾ. ഈ ആയത്തിറങ്ങാനുള്ള കാരണം അതാണ്. അങ്ങനെ അവര് എന്ത് ചെയ്തു? നബിയോട് ഇങ്ങനെ പറഞ്ഞത്, ഇന്നാ അസ്വബിനാ ദുനൂബൻ ഇളാമാ പോലെ അതന്നെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങള് വലിയ തെറ്റ് ഞങ്ങളെടുത്തുനിന്ന് സംഭവിച്ചു പോയി, ഗുരുതരമായ തെറ്റ് ഞങ്ങളെടുത്തുനിന്ന് സംഭവിച്ചു പോയി. റസൂൽ എന്ത് ചെയ്തില്ല? ഒന്നും മിണ്ടിയില്ല, ഒന്നും മിണ്ടാതെ അങ്ങനെ ഇരുന്നു. ഇവര് കുറച്ചേരൊക്കെ ഇങ്ങനെ പറഞ്ഞപ്പോ ഇവർക്ക് തോന്നി എന്ത്? പടച്ചോനെ, നമ്മളെ തെറ്റൊരിക്കലും പൊറുക്കപ്പെടൂലട്ടോ, അതുകൊണ്ട് ഈ കാര്യം അല്ലാഹുവിന്റെ റസൂല് മിണ്ടാത്തത് എന്ന് കരുതികാണ്ട് എന്ത് ചെയ്തു? ഓല് അവിടുന്ന് ഇറങ്ങിപ്പോയി. ഈ വന്ന സംഘം അവിടുന്ന് ഇറങ്ങിപ്പോയി എന്ന് മാത്രല്ല, പിന്നെ ഈ ആയത്തിന്റെ ഇതിന്റെ സബബ് നുസൂല് പറഞ്ഞെടുത്ത് കാണാം. അവര് വളരെ നിരാശരായ രൂപത്തിലാണ് പോയത്. നമ്മളെ കാര്യമൊക്കെ ഇനി പരിങ്ങലാണ്. കാരണം നബിതങ്ങൾ പ്രതികരിച്ചില്ലല്ലോ. കാരണം അവർ പറയേണ്ടത് ഞങ്ങൾ വലിയ തെറ്റ് ഞങ്ങളുടെ അടുത്തുനിന്ന് സംഭവിച്ചു പോയി എന്ന് പറഞ്ഞിട്ടും നബിതങ്ങളൊന്നും പ്രതികരിച്ചില്ലല്ലോ. ഒന്നുമില്ല, സാരല്ലാന്നോ സാരണ്ടെന്നൊന്നും പറയില്ല. അപ്പൊ അല്ലാഹു തആല പറയും, ഇവരാണ് പോയ ഉടനെ ജിബ്രീൽ എന്ന മലക്ക് ഓതി കൊടുക്കുകയാണ്, വഇദാ ജാഅകല്ലദീന യുഅ്മിനൂന ബിആയാതിനാ നമ്മുടെ ആയത്തുകളിൽ വിശ്വസിച്ചുകൊണ്ടൊരു കൂട്ടർ അങ്ങയുടെ സവിധത്തിൽ വന്നാൽ ഫഖുൽ സലാമുൻ അലൈക്കും ഇനി അങ്ങ് പറയണ നബിയെ നിങ്ങളെ മേൽ അല്ലാഹുവിന്റെ സമാധാനം ഉണ്ടാകട്ടെ. എന്നിട്ട് പറയണത് അന്നഹു മൻ അമില മിൻകും സൂഅൻ ബിജഹാലത്തിൻ സുമ്മ താബ മിൻ ബഅദിഹി വഅസ്ലഹ ഫഇന്നഹു ഗഫൂറുർ റഹീം. നിങ്ങളെ കൂട്ടത്തിൽ നിന്ന് ആരെങ്കിലും വിവരമില്ലാതെ ഒരു തെറ്റ് സംഭവിച്ചു, അങ്ങനെ തെറ്റ് സംഭവിച്ചിട്ട് നിങ്ങൾ തൗബ ചെയ്ത് കഴിഞ്ഞാൽ, അങ്ങനെ നന്മ ചെയ്താൽ അല്ലാഹു പൊറുക്കൂട്ടോ. അങ്ങനെ പറഞ്ഞോണ്ടേ ഇവരോടൊന്നും ഉണ്ടാത്തോണ്ട് ഓൽക്കത് വിഷമായല്ലോ. ഒരിക്കൽ ഒരാൾ നബിയോട് വന്നിട്ട് പറഞ്ഞു, നബിയെ എൻ്റെ അടുത്ത് വലിയൊരു തെറ്റ് പറ്റിയായിരുന്നു. അപ്പൊ നമ്മളിങ്ങനെ എന്താ എൻ്റെ അടുത്ത് പറ്റിയ കുമ്പസാരം ഇസ്ലാമിൽ ഇല്ലാത്തതുകൊണ്ട് അല്ലാഹു പൊറുക്കും, നിങ്ങൾ പോയിക്കോളിയാറും. അപ്പൊ ഇദ്ദേഹം പറഞ്ഞു, പൊറുക്കും ഏത് തെറ്റുകളും, പക്ഷേ ഞാൻ ചെയ്ത തെറ്റ് അല്ലാഹു ഒരിക്കലും പൊറുക്കൂലായിരുന്നു.
അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വീണ്ടും അദ്ദേഹത്തോട് പറഞ്ഞു. അപ്പൊ എന്താ മൂപ്പര് വല്ലാതെ പറഞ്ഞപ്പോ മൂപ്പരോട് ചോദിച്ചതാണ്, എന്താണ് നിങ്ങളെടുത്ത് പറ്റിയ തെറ്റ്? ദൂരത്ത് നിന്ന് വരുന്ന ഒരാളാണ്. അപ്പൊ അയാളടുത്ത് പറ്റിയ തെറ്റെന്താ വെച്ചാല് അയാളെ സ്വഭാവം, ആരെയിലൊക്കെ മരണപ്പെട്ടാല് ആ മരണപ്പെട്ട അറിഞ്ഞാൽ അന്ന് രാത്രി ആരും കാണാതെ കബറ് തുറക്കല, പണി കഫം പടവ മാന്തിരിക്ക, ഇതാണ് മൂപ്പര പരിപാടി. അങ്ങനെ മൂപ്പര് പറയേണ്ടത് എന്താണ്, ഞാൻ ഒരു യുവതി മരിച്ചു, കഫപ്പടം എടുക്കാൻ വേണ്ടി രാത്രി മയ്യത്ത് മാന്തി പുറത്തെടുത്തു. അതൊരു ചെറുപ്പക്കാരി പെണ്ണായിരുന്നു, ഞാൻ മയ്യത്തിനെ വ്യഭിചരിക്കാൻ ഒരുങ്ങി. അങ്ങനെ ഒരു തെറ്റ് ഞാൻ ചെയ്തു. അപ്പൊ നബി തങ്ങൾ വന്ന് പോകാൻ പറഞ്ഞു. വെറുതെ നിങ്ങൾ എന്റെ ഓർക്കൂല, ഞാൻ അത്രയും വലിയ തെറ്റായി, ഇത്ര ഗുരുതരാന്ന് കരുതിയില്ല, ഇത് കുറച്ച് അതിര് വിട്ടാളൂ, ചെറിയ കേസൊന്നുമില്ല. പക്ഷെ അദ്ദേഹം പോയി. പിന്നെ ദിവസങ്ങൾ കഴിഞ്ഞ ശേഷം ജിബ്രീൽ എന്ന മലക്ക് വന്നിട്ട് നബിയോട് പറയാൻ, നബിയെ ദോഷങ്ങൾ പുറത്തു കൊടുക്കുന്നത് അങ്ങാണോ അതോ അള്ളാഹുവാണോ? നബി പറഞ്ഞ അള്ളാണ്. അപ്പൊ എന്റെ നബിയെ ഒരാഴ്ച മുമ്പ് ഇവിടെ വന്ന ഒരാളങ്ങ് മടക്കി അയച്ച് ഇവിടെ പറഞ്ഞു, ഇന്നാൽ ഇന്ന സ്ഥലത്ത് അദ്ദേഹം അവശനായി കിടക്കുന്നുണ്ട്. അപ്പൊ അദ്ദേഹം ആ നേരെ പോക്ക് മരുഭൂമിക്കാണ് പോയിക്കാണ്. അങ്ങനെ അവിടെ 2 റക്അത്ത് നിസ്കരിച്ച് അതിന്റെ സുജൂദിൽ ഇതുവായിരുന്നതാണ്. പിന്നെ ആകെ ടെൻഷൻ കയറി, മൂപ്പര് ഭക്ഷണവുമില്ല വെള്ളവുമില്ല, അങ്ങനെ അവശനായിട്ട് നാം മരിച്ചിട്ടില്ല. അലി റളിയല്ലാഹു അൻഹു അടക്കമുള്ള സംഘം പോയിട്ട് എടുത്തിരുന്നു. അള്ളാഹു തആല പുറത്തെടുത്തു. അപ്പൊ എന്ത് തെറ്റും ചെയ്യാ, ഒന്നും പേടിച്ചണ്ടെന്നുള്ള അർത്ഥത്തിലല്ലാതെ. പക്ഷേ ആത്മാർത്ഥമായിട്ട് നന്നാകാൻ ഒരാൾ ഉദ്ദേശിച്ചാൽ റെഡിയാവുന്നില്ല. പിന്നെ അവിടെ വേറെ ആരും ഒന്നും നോക്കേണ്ട ആവശ്യമില്ല. ഇപ്പൊ ഇവരെന്നെ നോക്കി, നിങ്ങൾ വേറെ ചില ഹദീസുകളുണ്ട്, ഈ വന്ന ആളുകൾ പിന്നെ നബിയുടെ അരികെ ആയത്തിറങ്ങാൻ കാരണം ഒരാള് വന്നിട്ട് നബിയോട് പറയണത് അത് ഒരു വിലാപാണ് അറബികളുടെ. എൻ്റെ അടുത്ത് വലിയ തെറ്റ് വന്നല്ലോ, എൻ്റെ അടുത്ത് വലിയ തെറ്റ് വന്നല്ലോ എന്ന് പറഞ്ഞിട്ട് ഇദ്ദേഹം ഇങ്ങനെ കരയാൻ തുടങ്ങി. അപ്പൊ റസൂലുള്ളാഹി തങ്ങൾ അദ്ദേഹത്തോട് പറഞ്ഞു, ഖുൽ അല്ലാഹുമ്മ മഗ്ഫിറതുക ഔസഉ മിൻ ദുനൂബി വറഹ്മതുക അർജാ ഇൻദി മിൻ അമലി എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അദ്ദേഹത്തോട് ചെല്ലാൻ പറഞ്ഞു. അപ്പൊ അദ്ദേഹം അങ്ങനെ തന്നെ ചൊല്ലി. 3 വട്ടം ആവർത്തിച്ച് ചെല്ലിയപ്പോ പിന്നെ അദ്ദേഹത്തോട് അള്ളാന്റെ അറിയിപ്പ് വന്നു, അവിടെ ദോഷം ഞാൻ പുറത്തു കൊടുത്തിട്ടുണ്ട്. അപ്പൊ അദ്ദേഹത്തോട് നബി തങ്ങൾ പറഞ്ഞു, ഫഖദ് ഗഫറല്ലാഹു ലക്, എഴുന്നേറ്റോളി, അള്ളാഹു താങ്കളുടെ ദോഷം പുറത്തു തന്നിട്ടുണ്ട്, നീ പോയിക്കോളുക. ആ സ്പോട്ടിൽ ഉറപ്പ് കിട്ടി എന്നുള്ളതാണ്. മൂവര് വന്നിട്ട് കരഞ്ഞു പറയുന്നുണ്ട്, വാ ദുനൂബാഹ്ന, ഒരു വിലാപാണ്, സങ്കടത്തോടുകൂടെ ആ മനസ്സ് തട്ടി പറയാന്നുള്ളതാണ്. അപ്പൊ അല്ലാഹു തആല എന്ത് ചെയ്യും? പുറത്തു കൊടുക്കും. ആ പുറത്തു കൊടുക്കൽ പടച്ചോന്റെ വലിയൊരു റഹ്മത്താണ്. അതല്ലേ ഖുർആൻ പറഞ്ഞത്, വലാ തൈഅസൂ മിർ റൗഹില്ലാഹ്, അല്ലാഹുവിന്റെ റഹ്മത്തിൽ നിങ്ങൾ ഒരിക്കലും നിരാശപ്പെടാൻ പാടില്ല. നമുക്കൊരിക്കലും ഇനി അള്ളാന്റെ റഹ്മത്ത് കിട്ടൂല, ഒരിക്കലും അങ്ങനെ കരുതാൻ പാടില്ല. നിരാശ നമുക്ക് പെട്ടെന്ന് വരും. ആർമിയിൽ ട്രെയിനിങ് കഴിഞ്ഞ 6 മാസം കറക്റ്റാണ്. അങ്ങനെ ട്രെയിനിങ് കഴിഞ്ഞ് നമ്മളൊരു സഹോദരന് പെട്ടെന്നാണ് ഭക്ഷണത്തിനോടൊരു താല്പര്യമില്ലായ്മ വന്നത്. ഇന്നലെ നമ്മളെ രാത്രി ക്ലാസ് എടുക്കേണ്ട സ്ഥലത്തുള്ളൊരു സഹോദരനാണ്. എളുപ്പം ആർമിയിലാണ്. 6 മാസത്തെ ഭയങ്കര കഠിന ട്രെയിനിങ്. അത് കഴിഞ്ഞെല്ലാം റാഹത്തായിട്ടിരിക്കുമ്പോഴാണ്. അപ്പോൾ ഡോക്ടർ ചെക്ക് ചെയ്തപ്പോഴാണ് അപൂർവങ്ങളിൽ അപൂർവമായ രോഗമാണ്, അടിയന്തര ചികിത്സ വേണമെന്ന്. അത് 1 കൊല്ലത്തിനൊരു കോടിയോളം ഉറപ്പാണ് അതിന്റെ ഇഞ്ചക്ഷൻ. അള്ളാഹു തആല ശിഫ നൽകുമാറാവട്ടെ. അപ്പൊ ചെറുപ്പക്കാരൻ കുട്ടിയെ സംബന്ധിച്ച് 10-21 വയസ്സ് ആർമിയിൽ കിട്ടിയിട്ടുള്ളൂ. ഇപ്പൊ എന്താകും? ഇത്ര കഠിനാധ്വാനം ചെയ്ത് കിട്ടിയതാണ്. ഞാൻ ജോലിയിൽ എടുക്കുകയോ, ഒന്നര സഹോദരൻ പോയിട്ടുണ്ട് കാശ്മീർ. ഭയങ്കര വിഷമത്തിലാണ്. നിരാശ വരും പോലെ തോന്നുകയാണ് അവർക്ക്. നിരാശ വരാൻ പാടില്ല, ഏത് കാര്യത്തിനും വരാൻ പാടില്ല. ഇതൊക്കെ ചിലതും മല പോലാണ് വരും. അത് ഒന്നുമല്ലാതാക്കാൻ നമ്മളെപ്പോഴും പഠിച്ചതല്ല. ഓരോന്ന് കേൾക്കുമ്പോഴേ, ഓരോ ദിവസവും നമ്മൾ ഓരോരോ വാർത്തകൾ കേൾക്കുമ്പോൾ പഠിച്ചോ നമ്മളൊക്കെ എത്ര ഇതാലൊക്കെ കഴിച്ചിലാക്കി തന്നില്ല. നാളെ ഇതുവരെ നാളത്തെ നമുക്ക് എന്താ അറിയാൻ പറ്റില്ല. കഴിഞ്ഞ ഈ ദിവസം നിക്കാഹ് കഴിഞ്ഞ ഞാൻ അറിയുന്ന ഒരു ഫാമിലി, കഴിഞ്ഞ ഈ ദിവസമായിരുന്നു 1-ാം തീയതി നിക്കാഹ്. അതിൽ കല്യാണം കഴിഞ്ഞ കുട്ടിയാണ്. ഇപ്പൊ മിനിഞ്ഞാന്ന് പെരിന്തൽമണ്ണ വെച്ച ആക്സിഡന്റിൽ ആ പെൺകുട്ടി മരിച്ചു. ക്രെയിൻ ഇടിച്ചു. ആലോചിച്ചോ, കഴിഞ്ഞ ദിവസം എന്തൊരു ആരവായിരുന്നു ഇപ്പൊ 2 വീടുകളിൽ. എന്തൊക്കെ അറേഞ്ച്മെന്റുകളെന്ന് പറയുന്നത്.
ഇന്നിപ്പോൾ മരണ വീടാണ്. ആ മാതാപിതാക്കൾക്കൊക്കെ അള്ളാഹു തആല ക്ഷമ നൽകട്ടെ. ഞാൻ പറയുന്നത് ആർക്ക് വന്നാലും സഹിക്കണ്ടേ, ഓരോരോ കാരണങ്ങൾ. ഈ MBBS പഠിക്കുന്ന കുട്ടികളൊക്കെ അത്യാവശ്യം നല്ല പ്രതിഭ ഉള്ളവർക്ക് ആ മേഖലയ്ക്ക് കയറാനുള്ളൂ. കാരണം അത് മനുഷ്യന്റെ ജീവനെ വെച്ച് കളിക്കാനുള്ള ഒരു പരിപാടിയാണ്. നല്ല മെമ്മറി പവറും വേണം, നല്ല ക്ഷമയും വേണം. അങ്ങനെ പഠിക്കുന്ന 6 കുട്ടികളാണ് ഒരൊറ്റ ആക്സിഡന്റിൽ പോയത്. അല്ല, പ്രതീക്ഷിക്കോ? ഒരു സിനിമ കാണാൻ പോയത് 10-20 മിനിറ്റ് ഉണ്ട് ബാക്കി. ഒരു 5-6 കിലോമീറ്റർ കൂടി പോകണം. നല്ല സ്പീഡിൽ പോയിട്ടുണ്ടാവും. പിന്നെ 10-15 ആൾക്കാരൊക്കെ കൂടുമ്പോൾ കളിയും ചിരിയും തമാശയും. പക്ഷെ എത്ര പെട്ടെന്നാണ് ഇതൊക്കെ വഴിമാറുന്നത് പറയാൻ പറ്റില്ല. ഇതാണ് മനുഷ്യന്റെ അവസ്ഥ അല്ലേ? നമ്മൾ ചിന്തിക്കും പോലെ ഒന്നല്ല കാര്യങ്ങൾ വരിക. ഇതൊക്കെ നമ്മളെ കൺമുന്നിൽ ഇങ്ങനെ നടക്കുമ്പോൾ നമ്മളെ മനസ്സിൽ പരിവർത്തനം വരുത്തണം. നമ്മളെ മനസ്സിൽ മാറ്റം വരാൻ അതൊരു കാരണമാകണം. ദുന്യാവ് എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ്, ക്ഷണികാണ്, വളരെ പെട്ടെന്ന്. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? പടച്ചവന്റെ റഹ്മത്തിന് സ്തുതി പറയും. മാത്രമല്ല നമുക്ക് അള്ളാഹിലുള്ള ഒരു ഭയവും കാര്യങ്ങളും അതൊക്കെ നമുക്ക് ഉണ്ടാവും. അത് നമുക്ക് എന്ത് ചെയ്യണം? വേണമെന്നുള്ളതാണ്. അപ്പോൾ ഇന്നത്തെ ഈ ആയത്തുകളിൽ വളരെ പ്രധാനപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ ഈ വിഷയത്തിലുണ്ട്. ഇനി നോക്കൂ, ഒറ്റ ആയത്ത് കൂടി. വകദാലിക നുഫസ്സിലുൽ ആയാതി വലിതസ്തബീന സബീലുൽ മുജ്രിമീൻ. അല്ലാഹു തആല പറയാണ്, വകദാലിക അപ്രകാരം നുഫസ്സിലുൽ ആയാത്ത്, ആയത്തുകളെ നാം വിശദീകരിച്ചു തരാണ്. ആയത്തുകളെ നമ്മൾ സവിസ്തരം വിശദീകരിക്കുകയാണ്. എന്തിനു വേണ്ടിയാണിത്? വലിതസ്തബീന സബീലുൽ മുജ്രിമീൻ, കുറ്റവാളികളായ ആളുകളുടെ മാർഗം അത് വേർതിരിഞ്ഞ് കാണുന്നതിന് വേണ്ടിയിട്ടുമാണ്. ഇതിലിപ്പോ മോമിനീങ്ങളുടെ മാർഗം എന്താണ്, അല്ലാത്തവരുടെ മാർഗം എന്താണ് എന്നുള്ളതൊക്കെ നമുക്ക് എന്ത് ചെയ്യാം? ഒക്കെ വേർതിരിച്ചു. അതിനാണ് ഞാനിതൊക്കെ വിശദീകരിക്കുന്നത്. അവിടൊക്കെ മടങ്ങേണ്ട കാര്യങ്ങൾ. ഇപ്പൊ ആദ്യം ഒരു കുറ്റവാളികളായ ആളുകളാണ് വന്ന് പറഞ്ഞത്, ഇവരൊന്നും വേണ്ട, ഈ പാവങ്ങളൊന്നും വേണ്ട എന്ന് പറഞ്ഞാണ്ട് അവരെ എന്താക്കിയത്? അകറ്റിയത്. അപ്പൊ ഇതൊക്കെ ഓരോന്ന് വേർതിരിച്ച് കാണാനുള്ള അവസരമാണ്. ഓരോ സ്വഭാവം എന്താണെന്ന് മനസ്സിലായി. ഓൽക്ക് അല്ലാഹുവിലുള്ള വിശ്വാസം മാത്രമൊന്നല്ല, അതോടുകൂടെ മുഅ്മിനായ ഒരാൾ ഏത് നിലപാട് സ്വീകരിക്കണം? കാരണം ഒരു ഹദീസിൽ കാണാം, വിധങ്ങൾ പറയാണ്, ലികുല്ലി ശൈഇൻ മിഫ്താഹ് വമിഫ്താഹുൽ ജന്നതി ഹുബ്ബുൽ മസാകീൻ. അള്ളാഹിന്റെ തിരുദൂതർ പറയാണ്, ഓരോ വസ്തുക്കൾക്കും ഓരോ താക്കോലുകളുണ്ട്. എല്ലാ കാര്യങ്ങൾക്കും താക്കോലുണ്ട്. വമിഫ്താഹുൽ ജന്നതി, സ്വർഗലോകത്തിന്റെ താക്കോൽ എന്ന് പറയുന്നത് ഹുബ്ബുൽ മസാകീൻ, അത് മിസ്കീന്മാരെ ഇഷ്ടപ്പെടുക എന്നതാകുന്നു. സുബ്ഹാനല്ലാഹ്. എല്ലാത്തിനും താക്കോലുണ്ട് എന്നാണ്. ഇപ്പൊ വണ്ടിക്ക് ചാവിണ്ട്, റൂമിൽ താക്കോലുണ്ടാവും, പെട്ടിക്ക് ഉണ്ടാവും, ഓരോന്നിനും അതിൻ്റെതായ ചാവി ഉപയോഗിച്ചാൽ തുറക്കപ്പെടുക. എന്നാൽ മിഫ്താഹുൽ ജന്ന, സ്വർഗത്തിന്റെ താക്കോൽ എന്ന് പറയുന്നത് ഹുബ്ബുൽ മസാകീൻ, പാവപ്പെട്ട ആളുകളോട് കാണിക്കുന്ന ദയ, സ്നേഹം, അതാണ് സ്വർഗത്തിന്റെ താക്കോൽ. അതുകൊണ്ടാണ് പാവങ്ങളെ സഹായിക്കുന്നവരെ ഭയങ്കര ദേഷ്യമാണ്. ഇബ്ലീസിന് ഓൻ തമ്മാടിയാണെങ്കിൽ പോലും ഓനോട് ദേഷ്യമാണ്. എന്താ കാരണം? തമ്മാടിയാവുമ്പോൾ ഇബ്ലീസിന് ഇഷ്ടപ്പെടല്ലേ വേണ്ടത്. പക്ഷെ ആത്മാർത്ഥമായിട്ട് ദാനധർമ്മം ചെയ്യുന്ന തമ്മാടിനോട് ഇബ്ലീസിന് ദേഷ്യം വരാൻ കാരണം ഓൻ ചെയ്യുന്ന ദാനധർമ്മം കൊണ്ടോന്നുണ്ടാവും. കാരണം എന്താ? പാവപ്പെട്ട ആൾക്കാരെ ദുആ ഉണ്ടാവും. ആ ദുആയിൽ ഇയാൾക്ക് ഹിദായത്ത് കിട്ടും, അല്ലാഹു ദോഷം പുറത്തെടുക്കും. ഇതിനർത്ഥം ധർമ്മം ചെയ്താൽ എന്തും ചെയ്യാന്നല്ല. അങ്ങനെ ഉണ്ടാവും ചിലര്, സന്ദർഭികവശാലൊക്കെ ചില തെറ്റുകളൊക്കെ വരും. പക്ഷെ വളരെ ആത്മാർത്ഥമായിട്ട് എന്ത് ചെയ്യും? പേരെടുക്കാനോ ഒന്നും അല്ലാതെ ചെയ്യുന്നുണ്ടാവും. അതിവിടെ കഴിച്ചില്ല. അതാണ് പിശാചിന് ഭയങ്കര ഇഷ്ടം. നേരെ മറിച്ചോ, ഒരാൾ ഭയങ്കര ആബിദാണ്, പക്ഷെ ആള് വലിയ വക്കീലാണ്, അവനോട് ദേഷ്യമല്ലോ. എന്താ കാരണം? ഓനോട് ഇഷ്ടമാണ് ഇബ്ലീസിന്, ഓൻ ഇബാദത്ത് എടുക്കണില്ല. അത് വെറുതെ ആവും, അത് വെറുതെ ആകും, വെള്ളത്തിൽ എഴുതിയതുപോലെ ആകും. കാരണം ബുഖ്ല് എല്ലാം നശിപ്പിക്കുന്നതാണ്, ലുബ്ധത.
അപ്പൊ ഇങ്ങനെ കുറെ അപ്പൊ അതൊക്കെ വേർതിരിയാനുള്ള അതിന് വേണ്ടിയിട്ട് തന്നെയാണ് ഇതൊക്കെ നമ്മൾ സവിസ്തരം എന്ത് ചെയ്യുന്നത്, വിശദീകരിക്കുന്നത്. നമ്മൾ ഓരോന്നും വേർതിരിച്ച് മനസ്സിലാക്കണം. അപ്രകാരം ആയത്തുകൾ നാം വിശദീകരിക്കുകയാണ്. എന്നിട്ട് എന്ത് ആയത്തുകൾ എന്തിനാണ് നമ്മൾ വിശദീകരിക്കുന്നത്? അത് പിന്നെ കുറ്റവാളികൾ അവരെ വേറിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയും കൂടിയാണ് എന്ത് ചെയ്യുന്നത്, നമ്മളങ്ങനെ ചെയ്തത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ആയത്തിലൂടെ പഠിപ്പിക്കുകയാണ്. ഇനിയും കുറെ വിശദീകരണങ്ങളൊക്കെ ഈ ആയത്തിന്റെ ഒക്കെ വിശദീകരണത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. അതിൽ ഒന്നെന്താ വെച്ചാല് ഇവിടെ ഇപ്പോ അവസാനമായിട്ട് പറഞ്ഞെന്താ വെച്ചാല് ഒരു കൂട്ടര് വന്നു, ഞങ്ങൾ വലിയ തെറ്റ് ചെയ്തിരുന്നു നബിയെ എന്ന് പറഞ്ഞു. നബി തങ്ങൾ കുറച്ചേരം ഉണ്ടാകുന്നു, ഓല് പോവുകയും ചെയ്തു. പിന്നെ അള്ളാഹു പറയാണ് അങ്ങനല്ല, അവരോട് പറഞ്ഞാല് നബിയെ അള്ളാഹ് പൊറുക്കും. എന്നിട്ട് ഈ പൊറുക്കുന്ന എത്തിയാണ്ട് എന്തോ ആകാമെന്നും കരുതരുത്. ഹിജ്ർ സൂറത്തില് ഒരായത്തിലൂടെ അതിനെപ്പറ്റി പറയുന്നു. അതായത് ഒരിക്കൽ നബിയും സ്വഹാബത്ത് ഒരു യാത്രയിലാണ്. നബി കുറച്ച് മുന്നിലേക്ക് ഇങ്ങനെ പോവുകയാണ്, സ്വഹാബത്ത് നബിയുടെ ബാക്കിലാണ്. അപ്പോ നന്ന ബാക്കിലുള്ള ചില സ്വഹാബിമാരൊക്കെ ഇങ്ങനെ ഇങ്ങനെ കുറച്ച് എന്തൊക്കെയൊക്കെ തമാശയൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഒരു ചോർക്ക ചെറിയും ഒക്കെ ഇങ്ങനെ വന്നപ്പോഴേ നബി തങ്ങളിങ്ങനെ തിരിഞ്ഞു നിർത്തി, അല്ല നരക ഓർമ്മയില്ലേ? അതിൽ പിന്നെ അത് സഡൻ ബ്രേക്ക് ഇട്ടായിരിക്കായി എല്ലാവർക്കും പിന്നെ ഒരു മൗനായി. പറ്റേ ആ ചെറിയ കളിയൊക്കെ പോയി. പിന്നെ എല്ലാവർക്കും ഭയങ്കര വിഷമായി. പിന്നെ കണ്ണീര് കണ്ണിന്ന് വരലുടങ്ങി. അല്ലാഹു തആല ഉടനെ അങ്ങനെ വേണ്ടാന്ന് പറഞ്ഞു. അതായത് തീരെ മനുഷ്യന് ഫ്രീഡം ഇല്ലാക്കരുത്. അപ്പോഴും ഇങ്ങനെ നരകം ആലോചിച്ച് കണ്ട് ഇങ്ങനെ അങ്ങനെയല്ല. ഉടനെ തന്നെ അല്ലാഹു തആല വളരെ ശ്രദ്ധേയമായ ഒരു ആയത്ത് ഇറക്കിയിട്ട് ഇതിന് മറുപടി കൊടുക്കുകയാണ്. അതെന്താ പറഞ്ഞറിയോ? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ആയത്തിൽ ഇങ്ങനെ പറയുന്നു, നബ്ബിഉ ഇബാദി അന്നീ അനൽ ഗഫൂറുർ റഹീം വ അന്ന അദാബി ഹുവൽ അദാബുൽ അലീം. അതായത് ഇവരോട് പറഞ്ഞെന്താ, നരകണ്ട്, നിങ്ങൾക്ക് ഓർമ്മയില്ലേ, ചെറിയ കളിയാണല്ലേ? അതിൽ ഇവർ ആകെ പേടിച്ചു. അപ്പൊ പറയാണ്, അല്ലാഹ് പറയാണ്, നബിയെ നബ്ബിഉ ഇബാദി, എന്റെ അടിമകളെ അങ്ങ് ഉണർത്തൂ നബിയെ, അന്നീ അനൽ ഗഫൂറുർ റഹീം, തീർച്ചയായിട്ടും ഞാൻ പൊറുക്കുന്നവനാണ്, ഞാൻ കാരുണ്യവാനാണ്. അതേസമയം വ അന്ന അദാബി ഹുവൽ അദാബുൽ അലീം, എന്റെ ശിക്ഷ എന്ന് പറയുന്നത് അത് വേദനാജനകമാണ്. അത് ഓൽക്ക് പറഞ്ഞു കൊടുക്കുകയും. അപ്പൊ എന്താ അറിയോ, ഓവറായിക്കാണ്ട് പേടിപ്പിക്കും വേണ്ട, ഭയങ്കര ആത്മധൈര്യമാവും വേണ്ട, രണ്ടിന്റെ അടിയിലായിക്കോട്ടെ. നമുക്ക് ഒന്നും ഫ്രീ ആക്കണല്ലേ നമ്മള്, അല്ലേ? അതിനുള്ള അല്ലാഹു തആല നമുക്ക് കല്യാണം, തക്കാരം, സന്തോഷിക്കാം, പെരുന്നാളും ഒക്കെ നൽകി. അതിനുള്ള എപ്പോഴും ഇങ്ങനെ നമ്മള് പരലോകം മാത്രം വിചാരിച്ച് ടെൻഷൻ അടിച്ചിരിക്കല്ല. എന്നാല് ആരാധന, ആഘോഷം പോലും ആരാധനയിൽ അധിഷ്ഠിതമായതുകൊണ്ട് അവിടെ നമ്മൾ പരലോകത്ത് ആലോചിക്കുകയാണ്. അപ്പൊ നമ്മള് പുളുത്തമുട്ട് ആഘോഷിക്കൂല ഏത് കാര്യത്തിനും. എന്തിനാ വിവാഹം കാര്യങ്ങളൊക്കെ അള്ളാഹു നൽകിയത്? എന്തിനാ നല്ല ഫുഡ് കഴിക്കാനും വസ്ത്രം ധരിക്കാനൊക്കെ പറഞ്ഞാൽ നമുക്ക് ആനന്ദം ഉണ്ടാക്കാനും സന്തോഷം ഉണ്ടാക്കാനാണ്. നമ്മൾ നല്ല ഇതിൽ തന്നെ നടക്കേണ്ടത്. നമുക്ക് അള്ളാഹു തആല നൽകിയത് നമ്മൾ കാണിച്ചിട്ട് തന്നെയാണ് വേണ്ടത്. അതിലൊക്കെ എന്തുണ്ട്? നന്മണ്ട്. അപ്പൊ ഇവരോട് പറയാണ് എന്ത്, വെറും നരകം മാത്രം പറഞ്ഞുകൊണ്ട് അവരെ അപ്പോൾ തെറ്റ് ഉള്ള വലിയ കാരുണ്യവനാ, നരകത്തിൽ പൊരിക്കും വറക്കും. അവർ രണ്ടിന്റെ അടിയിലാകണം എന്നാണ്. അതാണ് ഹിജ്ർ സൂറത്തിൽ അല്ലാഹു പറയുന്നത്. ആ സമയത്ത് അല്ലാഹു തആല അവതരിപ്പിച്ചതാണ്. അപ്പൊ സ്വഹാബത്ത് നബി തങ്ങൾ ആ ആയത്ത് ഓതി കൊടുത്തപ്പോ അവർക്ക് ഭയങ്കര റാഹത്തായി. ഇങ്ങനെ ഒരുപാട് സംഭവങ്ങൾ ഈ ആയത്തിന്റെ വിശദീകരണത്തിൽ കാണാൻ ഇൻഷാ അല്ലാഹ്. ബാക്കി നമുക്ക് ഇനി അടുത്ത ക്ലാസ്സിൽ വിശദീകരിക്കാം.
ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ولا تطرد الذين يدعون ربهم بالغداة والعشي പ്രഭാതത്തിലും പ്രദോഷത്തിലും തങ്ങളുടെ റബ്ബിനെ ആരാധിക്കുന്ന പ്രാർത്ഥിക്കുന്ന അങ്ങനെയുള്ളവരെ അങ്ങ് ഓടിക്കരുത്, ആട്ടരുത്. യുരീദൂന വജ്ഹഹ്, അവർ അല്ലാഹുവിന്റെ പ്രീതി മാത്രം കാംക്ഷിച്ചാണ് അങ്ങനെ ചെയ്യുന്നത്. മാ അലൈക മിൻ ഹിസാബിഹിം മിൻ ശൈ, അവരുടെ കണക്ക് നോക്കേണ്ട ബാധ്യത നബിയെ അങ്ങേക്കില്ല. വമാ മിൻ ഹിസാബിക അലൈഹിം മിൻ ശൈ, നേരെ തിരിച്ചില്ല. അതുകൊണ്ട് അങ്ങനെയാണെങ്കിൽ ഫതതുർദഹും, അവരെ ആട്ടാമായിരുന്നു. അങ്ങനൊന്നില്ലല്ലോ. ഫതകൂന മിനൽ ളാലിമീൻ, അപ്പോൾ താങ്കൾ അക്രമകാരികളുടെ കൂട്ടത്തിൽ പെട്ടുപോകും. അപ്പോൾ അത് വേണ്ട. വകദാലിക ഫതന്ന ബഅദഹും ബിബഅദ്, അപ്രകാരം അവരിൽ ചിലരെ കൊണ്ട് നാം പരീക്ഷിച്ചു. എന്തിനാണത്? ലിയഖൂലൂ അഹാഉലാഇ മന്നല്ലാഹു അലൈഹിം മിൻ ബൈനിനാ, ഞങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് ഇവർക്ക് ഞങ്ങളെക്കാൾ സ്ഥാനമോ, അല്ലാഹു അനുഗ്രഹം നൽകുകയോ? അലൈസല്ലാഹു ബിഅഅലമ ബിശ്ശാകിരീൻ, ശുക്ർ ചെയ്യുന്നവരെ പറ്റി അല്ലാഹു ഏറ്റവും അറിയുന്നവനല്ലേ, അറിയുന്നവനാണ്. വഇദാ ജാഅകല്ലദീന യുഅ്മിനൂന ബിആയാതിനാ, നമ്മുടെ ദൃഷ്ടാന്തങ്ങളിൽ വിശ്വസിച്ചുകൊണ്ട് ഒരു കൂട്ടർ അങ്ങയുടെ സവിധത്തിൽ വന്നാൽ ഫഖുൽ സലാമുൻ അലൈക്കും, അവരോടങ്ങ് പറഞ്ഞോട് നബിയേ നിങ്ങളുടെ മേലിൽ സമാധാനം വർഷിക്കട്ടെ. കതബ റബ്ബുക്കും അലാ നഫ്സിഹിർ റഹ്മ, റബ്ബിന്റെ കാര്യത്തിൽ റഹ്മത്തിനെ കണക്കാക്കിയിട്ടുണ്ട്. നിങ്ങൾ പേടിക്കണ്ടട്ടോ. അന്നഹു മൻ അമില മിൻകും സൂആ, നിങ്ങളുടെ കൂട്ടത്തിൽ ആരെങ്കിലും ഒരു തെറ്റ് ചെയ്താൽ, ബിജഹാലത്തിന് വിവരമില്ലാതൊരു തെറ്റ് ചെയ്താൽ, സുമ്മ താബ മിൻ ബഅദിഹി, അതിന്റെ ശേഷം തൗബ ചെയ്യുകയും ചെയ്താൽ, വ അസ്ലഹ, നന്മ ചെയ്യുകയും ചെയ്താൽ, ഫഅന്നഹു ഗഫൂറുർ റഹീം, തീർച്ചയായും അല്ലാഹു പൊറുക്കുന്നവനും കാരുണ്യവാനുമാണ്. വകദാലിക നുഫസ്സിലുൽ ആയാത്, അപ്രകാരം വചനങ്ങൾ നാം വിശദീകരിക്കുന്നു. വലിതസ്തബീന സബീലുൽ മുജ്രിമീൻ, കുറ്റവാളികളുടെ മാർഗം വേർതിരിച്ചറിയുന്നതിന് വേണ്ടിയും. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ولا تطرد الذين يدعون ربهم بالغداة والعشي يريدون وجهه ما عليك من حسابهم من شيء وما من حسابك عليهم من شيء فتطردهم فتكون من الظالمين. وكذلك فتنا بعضهم ببعض ليقولوا أهؤلاء من الله عليهم من بيننا أليس الله بأعلم بالشاكرين. وإذا جاءك الذين يؤمنون بآياتنا فقل سلام عليكم كتب ربكم على نفسه الرحمة أنه من عمل منكم سوءا بجهالة ثم تاب من بعده وأصلح فأنه غفور رحيم. وكذلك نفصل الآيات ولتستبين سبيل المجرمين. صدق الله العلي.